Hey viewers, welcome back to a new episode of 8 Talks. So civic sense. ഐ തിങ്ക് സിവിക് സെൻസ് പലർക്കും പറയാൻ കുറേ ഉണ്ടാവും, കുറേ ആസ്പെക്ട്സ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. ബട്ട് ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ കണ്ടുവരുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഇന്ത്യൻ ടൂറിസ്റ്റും മൈഗ്രൻസും പല രാജ്യത്ത് പോയിട്ട് അവർ ചെയ്യുന്ന ചെറിയ ചെറിയ ആക്ട്സും ആക്ടിവിറ്റീസ് കാരണം നമ്മുടെ ഇന്ത്യൻസിൻ്റെ അഗെയിൻസ്റ്റ് നമ്മുടെ റെപ്യൂട്ടേഷൻ തന്നെ ഡിസ്ട്രോയ് ആവണം. ഇങ്ങനെ പല ഇൻസിഡൻസ് കാണും. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ചിലയിടത്ത് പോയിട്ട് ഓരോ ടൂറിസ്റ്റുകൾ നമ്മുടെ ഭാഷയിലും പല രീതിയിൽ മോശമായിട്ട് സംസാരിക്കുക. ദേ മൈറ്റ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. പക്ഷെ അത് കാരണം വരുന്ന ആഫ്റ്റർ എഫക്ട്സും അവർ തന്നെ സ്ട്രീം ചെയ്യണം ആ വീഡിയോസ്. അതിനുശേഷം പറയുന്ന ഇൻസിഡൻസ് ഇറ്റ്സ് വെരി, പിന്നീട് അവരറിയുന്നില്ല അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഏതാ. പിന്നീട് നമ്മൾ ആ രാജ്യത്ത് ട്രാവൽ ചെയ്യുമ്പോഴും ഇറ്റ് ക്യാൻ കോസ് ഈവൻ കുറേ വിഷയങ്ങൾ ഉണ്ടാവാം. സോ വാട്ട് സിവിക് സെൻസ് ഫോർ യു? സിവിക് സെൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ പല ആസ്പെക്ട്സ് ഉണ്ട്. പക്ഷെ വൺ ഓഫ് ദ ബേസിക് ആസ്പെക്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ പരിസര ബോധം ഉണ്ടാവുക. ഇപ്പോൾ ഓരോ രാജ്യത്തിനും അതിൻ്റെതായിട്ട് കൾച്ചർ ഉണ്ടാവും. അപ്പോൾ ആ കൾച്ചർ ഇപ്പം നമുക്ക് അറിയില്ലെങ്കിൽ പോലും നമ്മുടെ ബേസിക് ഐഡിയ വെച്ചിട്ട്, നമ്മുടെ ബേസിക് സെൻസ് വെച്ചിട്ട് അത് ഫോളോ ചെയ്യാൻ നോക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഇപ്പോൾ അടുത്ത് കണ്ടതാണ്, ഇപ്പോൾ ജപ്പാനിലൊക്കെ എന്ന് പറഞ്ഞാൽ എസ്കലേറ്റർ ഉണ്ടല്ലോ, എസ്കലേറ്റർ റൈറ്റ് സൈഡിൽ എല്ലാവരും നിൽക്കും. ഡിപ്പെൻസ്. ജപ്പാനിൽ ടോക്കിയോയിൽ റൈറ്റ് സൈഡിലും വെസ്റ്റേൺ റീജിയൻ കുറച്ച് അപ്പുറത്ത് വേറെ ഡിസ്ട്രിക്റ്റിൽ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിരിക്കും. പക്ഷേ ബേസിക്കലി ആ ഒരു സൈഡിലേക്ക് നിൽക്കണമെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ പെട്ടെന്ന് പോകേണ്ട ആൾക്കാർക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ടാണ്. സോ ദാറ്റ് ദേ ഡോണ്ട് ഒബ്സ്ട്രക്ട് ദ ഹോൾ ഏരിയ. അപ്പോൾ ആസ് സിമ്പിൾ ആസ് ദാറ്റ് ഇസ് സിവിക് സെൻസ്. ഇതിൽ പല ആസ്പെക്ട്സ് ഉണ്ടാവും. പക്ഷെ എനിക്കൊരു ഡൗട്ട് സനത്തെ, ഇത് അവർ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചതാണോ അതോ? ഐ തിങ്ക് സോ. ഇപ്പോൾ ഓരോ കൺട്രിയിലും ഓരോ രീതിയിലായിരിക്കും ഇത് ഇംപ്ലിമെന്റ് ചെയ്യുക. ജപ്പാനിലെന്ന് പറഞ്ഞാൽ അത് സ്കൂളിന് തന്നെ ഫ്രം ദ ബേസിക് അവർ പഠിപ്പിച്ചു വരുന്നതാണ്. ഈവൻ ക്ലാസ് റൂം ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ ഇങ്ങനത്തെ മാനേഴ്സും. വേറെ ഒന്നെന്ന് പറഞ്ഞാൽ ജപ്പാനിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രെയിനിൽ പോകുമ്പോൾ, ഇപ്പോൾ ഞാൻ ജപ്പാനിൽ പോയപ്പോൾ ട്രെയിനിൽ പോകുമ്പോൾ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പല രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ജാപ്പനീസ് ഫ്രണ്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉറക്കെ ഒച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല. എന്നോട് ട്രെയിൻ എന്ന് പറയുന്നത് പല ആൾക്കാരും ജോലി കഴിഞ്ഞ് വന്നിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാനും ഒന്ന് പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ നമ്മൾ ഈവൻ നോർമൽ ഒരു വിസ്പറിങ്, ഒരു ടോക്ക് ചെയ്യുന്നത് പോലും ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു ബാഡ് ഇതായിരിക്കും, അവർക്ക് ഡിസ്റ്റർബൻസും ആയിരിക്കും. അപ്പോൾ ആസ് സിമ്പിൾ ആസ് ദാറ്റ് ഇസ് സിവിക് സെൻസ്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി ഒരു പരിസരബോധമായിട്ട് പെരുമാറുന്നതാണ് സിവിക് സെൻസ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ ഞാനിപ്പോൾ റീസെൻ്റ്ലി കേട്ടതാണ്, ഒരു പുള്ളി വണ്ടിയിൽ ട്രാവൽ ചെയ്യുന്നു, ഇന്ത്യയിലാണ്. അവിടെ ഒരു സിഗ്നലിൽ എത്തിയപ്പോൾ റെഡ് ആണെങ്കിൽ പോലും അയാൾ സ്റ്റോപ്പ് ചെയ്യാണ്ട് മുന്നോട്ട് പോവാണ്. കുറച്ച് സിഗ്നൽ കടന്നു ഒരു 100 മീറ്റർ കഴിഞ്ഞപ്പോൾ ഒരു ട്രാഫിക് പോലീസ് ഓഫീസർ ഇറങ്ങി വന്നിട്ട് കൈ കാണിച്ചപ്പോൾ നിർത്തി. ഡ്രൈവറോട് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ വണ്ടി നിർത്തിയില്ല എന്ന് പറഞ്ഞു. സാർ, ഞാൻ നിങ്ങളെ കണ്ടില്ല എന്ന് പറഞ്ഞു. നിങ്ങളെ അവിടെ കാണാത്തതുകൊണ്ട് ഞാൻ വണ്ടി നിർത്തിയില്ല. ബേസിക്കലി എല്ലാവരും പറയുന്നത് വെച്ചാൽ നേരത്തെ ഇപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ സ്കൂൾ ലെവൽ മുതൽ തന്നെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. സ്കൂളിലെ സ്റ്റുഡൻസിന് ഇത് പഠിപ്പിക്കുകയാണെങ്കിൽ അവരത് ഭയങ്കരമായിട്ട് ഈഗർ അറ്റ് ദ സെയിം ടൈം അവരത് പാരൻസിനോട് കൺവേ ചെയ്യും. ഇന്ന് എൻ്റെ ടീച്ചർ പഠിപ്പിച്ചു. അപ്പോൾ അടുത്ത ദിവസം ഈ ഫാദർ കൂടെ വണ്ടി യാത്ര ചെയ്യുമ്പോൾ ഈ കുട്ടി പറയണേ, പക്ഷെ നമുക്ക് വണ്ടി റെഡ് സിഗ്നൽ കാണുമ്പോൾ അവിടെ നിർത്തണമെന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു കുട്ടിയുടെ വാക്ക് ഫാദർ നോ പറയില്ല. അങ്ങനെ പല കാര്യങ്ങൾ. അപ്പോൾ സ്കൂളിൽ നിന്ന് തന്നെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഐ തിങ്ക് അടുത്തൊരു ജനറേഷൻ ഒരു 10th സ്റ്റാൻഡേർഡിൽ ഒരു 1 hour പീരീഡ് പക്ഷേ അങ്ങനെ നോക്കുകയാണെങ്കിൽ ലൈക്ക് ഈ റെഡ് ലൈറ്റ് മീൻസ് സ്റ്റോപ്പ്, ഗ്രീൻ ലൈറ്റ് മീൻസ് ഗോ, യെല്ലോ മീൻസ് സ്ലോ ഡൗൺ. ഇതൊക്കെ ഞാൻ KG-യിലും ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ ആ സമയത്തൊട്ട് ഞങ്ങൾ സ്കൂളിൽ പഠിച്ചപ്പോൾ ഉണ്ട്. പക്ഷേ എൻ്റെ പ്രായത്തിലുള്ള ഇപ്പോൾ പലവരും വണ്ടി ഓടിക്കുന്നുണ്ട്. അതിനകത്ത് പലവരും പ്രൈവറ്റ് ബസ്സിൽ ഡ്രൈവേഴ്സാണ്. അവർക്കൊന്നും ഇത് ബാധകമല്ല എന്നുള്ള രീതിയിലാണ് അവർ വണ്ടി ഓടിക്കുന്നത്. എനിക്ക് പേഴ്സണലി കുറച്ച് പേരെ അറിയാം. അപ്പോൾ സിവിക് സെൻസ് സ്കൂളിൽ നിന്ന് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, അത് ഓരോരുത്തരുടെ ഉള്ളിൽ നിന്ന് തോന്നണം. ഇപ്പൊ ജപ്പാനിൽ സംഭവം എന്ന് വെച്ചാൽ അവിടുത്തെ സ്കൂളിങ് എഡ്യൂക്കേഷൻ്റെ അവരെ പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ ടെക്സ്റ്റ് ബുക്ക്, സോഷ്യൽ സ്റ്റഡീസ് ടെക്സ്റ്റ് ബുക്കിൽ NCERT പറയുന്ന വെച്ചാൽ അവരെ ബിഗ്ഗസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അവരെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ്. അതിനുള്ള ചെറിയൊരു എക്സാമ്പിളാണ് ഇപ്പൊ അടുത്ത് ഫിഫ വേൾഡ് കപ്പ് ഖത്തറിൽ ഫിഫ എനിക്ക് തോന്നുന്നു എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവമാണ്. അതുകൊണ്ട് അവർ വളരെ ഒരു ജസ്റ്റ് ഇമാജിൻ ആ ഒരു രാജ്യത്തിന് തന്നെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യണം ആ ഒരു ഇൻസിഡന്റ് കാരണം. ഇറ്റ്സ് നോട്ട് ദാറ്റ് അവരൊന്നും അതിൽ വലിയൊരു ജയോ അല്ലെങ്കിൽ ഒരു വേൾഡ് കപ്പ് ജയിച്ചിട്ടില്ല. പക്ഷെ എന്നാൽ പോലും ആ രാജ്യത്തിന് ഇന്നും നമ്മൾ ഓർക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇന്നും റിപ്പീറ്റുകൾ അതിനെക്കുറിച്ച് പറയുന്നത്, ആ ഒരു ഫുട്ബോൾ മാച്ച് അവർ കളിക്കുമ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് അവർ ചെയ്യുന്ന ഒരു ബേസിക് മാനേഴ്സ്, അവരിരുന്ന ഭാഗം മാത്രമല്ല സ്റ്റേഡിയത്തിൽ അവർക്ക് എവിടെയൊക്കെ ആക്സസ് ഉണ്ടോ ക്ലീൻ ചെയ്തവർ. സോ ഐ മീൻ ഒരു രാജ്യത്തിന് തന്നെ അത് അപ്ലിഫ്റ്റ് ചെയ്യണം. അതേപോലെ ടൂറിസം
നമ്മുടെ ഇന്ത്യൻ ടൂറിസം ഏത് ലെവൽസ് വരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇഫ് ദർ ഇസ് ഇന്ന് നമ്മളെല്ലാം സ്വിറ്റ്സർലാൻഡിനെ കുറിച്ച് പറയുന്നു. ലോകത്ത് ഇത്രയും ടൂറിസ്റ്റുകൾ പോകുന്ന ഒരു രാജ്യം എല്ലാവരും ആഗ്രഹിക്കുന്നു. നമുക്കും ഇല്ലൊരു സ്വിറ്റ്സർലാൻഡ്. ഏഷ്യയിലെ സ്വിറ്റ്സർലാൻഡ് എന്ന് അറിയപ്പെടുന്ന കാശ്മീരിലാണ്. ഫോർ സോ മെനി റീസൺസ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ടൂറിസം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇന്ത്യയിൽ പല വേറെ സ്റ്റേറ്റ്സ് ഉണ്ട് ഇതേപോലെ തന്നെ നമുക്ക് ഇമ്പാക്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ്സിൽ സംസാരിച്ചിരുന്നു. സിവിൽ സെൻസിൻ്റെ ഒരു കുറവ് കാരണം ഒരു ക്ലെൻലിനെസ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് പബ്ലിക് സ്പോട്ട്സിൽ ചെയ്യുന്നില്ല. പബ്ലിക് ടോയ്ലറ്റ്സ് ഉണ്ടെങ്കിൽ പോലും ആൾക്കാരുടെ നെസസിറ്റിയായി കാണുന്നില്ല പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യണം എന്നുള്ളത്. ഇത്തിരി നേരം ക്യൂ നിൽക്കാൻ പോലും റെഡി. നമ്മുടെ ഇന്ത്യൻ റെയിൽവേസിൽ നമ്മളൊക്കെ പ്രത്യേകിച്ച് യാത്ര ചെയ്യാൻ അധികം താല്പര്യപ്പെടാറില്ല. വി പ്രിഫർ ബൈ റോഡ്. തീരെ താല്പര്യമില്ല. പക്ഷെ അതുപോലെയാണ് ഇവിടെ. ഒരിക്കലും അല്ല. ഇവിടെ ഇപ്പോൾ മെട്രോ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു വിഷയമില്ല. കാരണം ഇവിടെ ആ ഒരു സിസ്റ്റം അല്ല. hefty ഫൈൻസ് ഉണ്ടാവും, കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആണ്, ക്യാമറാസിൻ്റെ സർവൈലൻസ് ഉണ്ട്. പിന്നെ ഈ ഹിമാലയത്തിൻ്റെ ഇത് പറഞ്ഞ കാശ്മീരിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ റീസെൻ്റ്ലി ഒരു 1 year ago I saw a video on Instagram that this guy from Denmark, he came to Kashmir to like a tourist, and പുള്ളി അവിടെ താഴെ കിടന്ന പ്ലാസ്റ്റിക്കും ബാക്കിയുള്ള കാര്യങ്ങളും വേസ്റ്റ് ബാസ്കറ്റ് തൊട്ടടുത്തുണ്ട്. ഈ പുള്ളി ആൾക്കാരിട്ട പ്ലാസ്റ്റിക് ഇതൊക്കെ എടുത്തിട്ട് ആ വേസ്റ്റ് ബാസ്കറ്റിലിടാം. ലൈക്ക് എ ഫോറിനർ ഇസ് ടീച്ചിങ് അസ് in our own country how to dispose of waste properly. That says a lot. ഇതിന് പല ആസ്പെക്ട്സും ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റിൽ ഇപ്പോൾ പ്രോപ്പർ വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ടാവും, പക്ഷേ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം പ്രോപ്പറായിട്ട് വേണം. ഇപ്പോൾ ജർമ്മനിയിൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കണം. പ്ലാസ്റ്റിക് ആണെങ്കിലും ഗ്ലാസ് ബോട്ടിൽസ് ആയാലും ഈച്ച് കൈൻഡ് ഓഫ് വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കണം. അത് അവരൊരു കടുമ ബാധ്യതയായിട്ടാണ് അവർ കാണുന്നത്. ഇറ്റ്സ് എ പെയിൻസ് ടേക്കിംഗ് പ്രോസസ്സ്. പക്ഷെ അതവർ ചെയ്തിരിക്കണം. ആൻഡ് ദേ ഹാവ് ടു പേ ഫോർ ഇറ്റ്. ഇത് എടുത്തു കൊണ്ടുപോകാനും അവർ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സംഭവമാണ്. നമ്മുടെ ആ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ അടുത്ത് വേറൊരു സംഭവം കണ്ടതാണ്. UK പാന് കഴിച്ചിട്ട് ആൾക്കാർ സ്പിറ്റ് ചെയ്തേക്കിന്. അപ്പോൾ ഒബ്വിയസ്ലി ഇറ്റ് ഗോസ് ടു സംബഡി ഫ്രം ഇന്ത്യ ഓർ ബംഗ്ലാദേശ് ഓർ പാകിസ്ഥാൻ. അപ്പോൾ ഇവർ 3 പേരും ആ ഒരു ഏഷ്യൻസിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യും. അപ്പോൾ ഇതിലധികവും നമുക്ക് പേരുദോഷം ഇങ്ങനെ വരും. ഇപ്പോൾ ഈവൻ അബുദാബിയിലും ദുബായിലും പോലും നമുക്ക് ഇങ്ങനെ പലയിടത്തും സ്പിറ്റ് മാർക്സ് കാണാം. ഷാർജയിലും കാണാം. ഇപ്പോൾ ബേസിക്കലി നമുക്കാണ് ഇതിന് അവസാനം ബാഡ് നെയിം വരുന്നത്. പാൻ സ്പിറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വേറൊരു കാര്യം എൻ്റെ തലയിൽ പെട്ടെന്ന് വന്നതെന്ന് വെച്ചാൽ വെർസോവ ബീച്ച് ഇൻ ബോംബെ 2016 around it was you cannot walk. There was a guy, he started alone. The starting അയാൾ ഒറ്റയ്ക്കായിരുന്നു. എടുക്കും വേസ്റ്റ് എടുക്കും, പ്ലാസ്റ്റിക് എടുക്കും. ഈ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സോയിൽഡ് വേസ്റ്റ് ആണ്. അതായത് ഈ പ്ലാസ്റ്റിക് മിക്സ് വിത്ത് സാൻഡ്. അപ്പോൾ അത് ഡസ്റ്റ് ചെയ്ത് എടുത്ത് സാൻഡ് മാറ്റി സെഗ്രിഗേറ്റ് ചെയ്ത് എന്നിട്ട് ഇതാക്കും. സ്റ്റാർട്ടിങ് അങ്ങനെ ആയിരുന്നു. എന്നിട്ട് അത് ഇപ്പോൾ ഒരു മൂവ്മെൻ്റ് ആയി. വേൾഡിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ബീച്ച് ക്ലീനപ്പാണ്. എത്ര കൊല്ലമായിട്ട് ആ ബീച്ചിൽ ടോട്ടോയ്സ് ഉണ്ടായിരുന്നില്ല. അതായത് ഈ പൊല്യൂഷൻ കാരണം. നൗ ദേ ഹാവ് റിട്ടേൺഡ് ഇറ്റ് ബാക്ക്. ദർ ആർ ഹോപ്പ്. ഇവിടെ എന്ത് ബോംബെ ആണ് വൺ ഓഫ് ദി ധാരാവി ഉണ്ട്, അങ്ങനെ സ്ലംസും കാര്യങ്ങളും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇപ്പം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ സ്കൂൾസൊക്കെ ചെയ്യുന്നുണ്ട് ഈ ഒരു ആക്ട് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്ന ഒരു റെഗുലർ ആക്ടിവിറ്റി ആക്കി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു മന്ത്ലി വൺസ് ഇയർ ആക്ടിവിറ്റി കഴിഞ്ഞാൽ ദേ വിൽ ബി ലൈക്ക് ബൈ ഡിഫോൾട്ട് അവരൊരു ഈവൺ ആ ഒരു അഡൽട്ട് ഏജ് എത്തുമ്പോൾ പോലും അവർ കണ്ടു കഴിഞ്ഞാൽ അവർ റിപ്പീറ്റ് ചെയ്യും. എനിക്കൊരു ഡൗട്ട് ജസ്റ്റ് ഞാൻ നിങ്ങളൊരു മെൻറ്റാലിറ്റി അറിയാൻ വേണ്ടി ചോദിക്കാൻ. സിവിക് സെൻസ് does it have a relation with economic? ഇപ്പോൾ ഡെവലപ്ഡ് കൺട്രീസ് ആയതുകൊണ്ട് സിവിക് സെൻസ് ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ USA ഡെവലപ്ഡ് കൺട്രി ആണ്. പക്ഷെ ഐ ആം നോട്ട് ടെല്ലിങ് USA എല്ലാ ഭാഗവും വൃത്തി ഉണ്ടെന്നില്ല. ഇപ്പോൾ ന്യൂയോർക്കിൽ പോയാൽ ഞാൻ കേട്ടിങ്ങനെ വൺ ഓഫ് ദ ഡേർട്ടിയസ്റ്റ് പ്ലേസസ് ആണ്. ഡേർട്ടി ആണ് ആ പ്ലേസ്. ന്യൂയോർക്ക് മാത്രമല്ല, ഈ റീസെന്റ് ഒരു വീഡിയോ വൈറലായതാണ്. ലൈക്ക് ദിസ് ഗൈ ഈസ് ഡ്രൈവിംഗ് അറൌണ്ട് ടൗൺ ആൻഡ് ദേർ ആർ ലിറ്ററലി ഡ്രഗ് അഡിക്ട്സ് ആസ് സോംബീസ്. നമ്മൾ കണ്ടാൽ വിചാരിക്കും ഒരു സോംബി ഫിലിമിന്റെ ഷൂട്ടിംഗ് കൂടെ കാണാം. അമ്മാരി നിൽക്കുകയാണ് ഡ്രഗ് അഡിക്ട്സ് ആൻഡ് ഇറ്റ്സ് US. മൈ കൗണ്ടർ ഐ ജസ്റ്റ് വാണ്ട് ടു നോ, എക്കണോമിക്കലി പൂർ കൺട്രീസിൽ സിവിക് സെൻസ് ഉണ്ടാകാൻ പറ്റും. ഞാനിപ്പോ അടുത്ത് വായിച്ചിട്ടുണ്ട് റവാണ്ടനെ കുറിച്ചിട്ട്. they clean once in a week. Once at the end of the month. Last Saturday of the month. അതിലെന്ന് പറഞ്ഞാൽ ഈവൻ പ്രസിഡന്റ് ഓഫ് ദ കൺട്രി takes part in this activity. എല്ലാവരും as a community. That depends, man. I mean
it's in such a small place, it's possible, it's doable. നോ 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 Small place ഉം big place ഒന്നും ഇല്ല. കൺട്രി ആണത് ഫുള്ള് ചെയ്യുന്നത്. ഇന്ത്യ മോനെ, ലൈക്ക് ഇറ്റ്സ് ദ ജോഗ്രഫിക് സൈസ് മാറ്റേഴ്സ് ആക്ച്വലി. ഞാനൊരു എക്സാമ്പിൾ പറയണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ലൈക്ക് വേസ്റ്റ് സെഗ്രിഗേഷൻ ഇല്ലാന്ന്. വേസ്റ്റ് സെഗ്രിഗേഷൻ ഉണ്ടെങ്കിൽ ലൈക്ക് വേസ്റ്റ് സെഗ്രിഗേഷൻ ഉണ്ടെന്ന് തന്നെ വെച്ചോ, വേർ ആർ യു ഗോയിങ് ടു ഡംപ് ഇറ്റ്? അതിനാണ് പ്രോപ്പർ പ്ലാനിങ് വേണമെന്ന് പറയുന്നത്. എടാ പ്ലാൻ ചെയ്യാനായിട്ട് സ്ഥലം വേണ്ടേ? സ്ഥലം എടാ നമ്മുടെ ഇന്ത്യ സിംഗപ്പൂർ സിംഗപ്പൂർ ലാൻഡ് വളരെ ലിമിറ്റഡ് ആണ്, വളരെ ലിമിറ്റഡ് ആണ്. അവർക്കില്ലേ വേസ്റ്റേജ്, അവരെ പോപ്പുലേഷൻ ഡെൻസിറ്റി നമ്മളെക്കാട്ടി എത്ര അധികമാണ്. സിംഗപ്പൂർ വളരെ ചെറിയ രാജ്യമാണ്. സിംഗപ്പൂരിലെ വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെയാണെന്നറിയോ? ലിറ്ററലി അവർ വേസ്റ്റ് ബേൺ ചെയ്യാണ്. ആ ബേൺ ചെയ്ത വേസ്റ്റ് വെച്ചിട്ട് അവരൊരു ഐലൻഡ് ക്രിയേറ്റ് ചെയ്തു. ഇപ്പം നമ്മൾ ഈ പാം ജുമേര ക്രിയേറ്റ് ചെയ്തില്ലേ, അത് സാൻഡ് നമ്മൾ ഡ്രഡ്ജ് ചെയ്ത് ഉണ്ടാക്കിയിട്ടാണ് ക്രിയേറ്റ് ചെയ്തത്. സിംഗപ്പൂർ ബേസിക്കലി ബേൺ ചെയ്ത വേസ്റ്റ് വെച്ചിട്ട് ഒരു ഐലൻഡ് ഉണ്ടാക്കി. അപ്പോൾ ആലോചിച്ച് And it's known as the cleanest city in the whole world. കളമശ്ശേരിയിൽ വേസ്റ്റ് വെച്ചിട്ട് കുന്നുവരെ ഉണ്ടാക്കി, പിന്നെയാണ് ഐലൻഡ്. പക്ഷെ അത് വ്യത്യാസം, നമ്മളെ അപ്രോച്ച് ശരിയല്ല. നമ്മുടെ ഐഡിയ കറക്റ്റ് ആയിരിക്കണം. നമ്മൾ ഒരു വഴിയുമില്ല, ഇത്രയും പോപ്പുലേഷൻ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ചൈനയിൽ ഞാൻ പോയി. ഐ ഡിഡ്ന്റ് ഗോ ടു ഓൾ ദ പ്ലേസസ് ഇൻ ചൈന. പക്ഷേ ഷാങ്കായിൽ മാത്രമേ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഷാങ്കായിൽ ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. ഇറ്റ്സ് ആസ് ക്ലീൻ ആസ് ഓവർ ഹിയർ, മേ ബി ഈവൻ ബെറ്റർ ദാൻ ഹിയർ. അത്രയും ക്ലീൻ ആണ്. ഇറ്റ്സ് എ പോപ്പുലേറ്റഡ് സിറ്റി, ഇത്രയധികം ആൾക്കാരവിടെ താമസിക്കുന്നുണ്ട്, പക്ഷേ ഇറ്റ്സ് ക്ലീൻ. ചൈനക്കാർക്കൊരു കാര്യമുണ്ടോ മോനെ, ദേ ആർ യുണൈറ്റഡ് they're really united. അവരെ മാത്രമല്ല, അവർക്ക് പാട്രിയോട്ടിസം തലക്കുടിച്ച ടീമാണ് അവർ. ലൈക്ക് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് ദം വർക്ക് ഫോർ ദെയർ കൺട്രി, ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് ദം. ഇതിൽ വേറൊരു ആസ്പെക്റ്റ് ഉണ്ട് ബേസിക്കലി. ഇപ്പോൾ ഹൗ ടു ഇംപ്ലിമെൻറ്റ് ദീസ് സിവിക് സെൻസ്. സിംഗപ്പൂർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ് ലോസ് വഴിയാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. സിംഗപ്പൂരിൽ ചുയിങ്കം വാങ്ങാൻ പറ്റില്ല. ചുയിങ്കം ഇസ് ബാൻഡ്. സനത ലീ ക്വാൻ യുവിന്റെ ഒരു ഇന്റർവ്യൂല് അയാൾ പറയുന്നുണ്ട്, ദേ വർ എ തേർഡ് വേൾഡ് കൺട്രി, അപ്പോ ദ ട്രാൻസിഷൻ ടു ഫസ്റ്റ് വേൾഡ് കൺട്രി. അപ്പോൾ അയാൾ പറയായിരുന്നു, when there were people used to pee on the elevator. Just there were hooligans, they used to pee on the elevator. So when we were shifting the a transition period, appo interviewer ചോദിച്ചു, സാർ നിങ്ങൾ ഇത് എങ്ങനെ? we installed CCTV cameras. then CCTV ഇല്ലാത്തടത്ത് പോയി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ it was not done in a day. It took he said Lee Kuan Yew, the man who changed Singapore from nothing what it was to what is today, he said it was not a day's work, but it took me long and it was slow and painful. That's what he said. സിംഗപ്പൂരും മലേഷ്യനും സ്പ്ലിറ്റ് ആയ സമയത്ത് ആർക്കും വേണ്ടാത്തൊരു സ്ഥലമായിരുന്നു സിംഗപ്പൂർ. മലേഷ്യ വാസ് വേ ഹെഡ് ഓഫ് സിംഗപ്പൂർ. പക്ഷെ അവിടുന്ന് അവർ ഇത്രയ്ക്കും ഡെവലപ്ഡ് ആയ കൺട്രി ആവണമെങ്കിൽ സിവിക് സെൻസ് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് ഇറ്റ്. അത് ഡെവലപ്പ് ചെയ്തെടുത്തു. അല്ല, അത് ഗവൺമെന്റാണ് അവരുടെ സിവിക് സെൻസ് ഇംപ്ലിമെന്റ് ചെയ്ത്. അപ്പോൾ അത് സ്ട്രിക്റ്റ് ആക്ഷൻസ് വഴി, സ്ട്രിക്റ്റ് റെഗുലേഷൻസും ഫൈൻസും പോളിസീസും മോണിറ്ററിങ്ങും വഴി ഇംപ്ലിമെന്റ് ചെയ്തെടുത്തു. ഡസന്റ് മാറ്റർ ഇഫ് ഇറ്റ്സ് എ സ്മോൾ കൺട്രി ഓർ ബിഗ് കൺട്രി, അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തെടുക്കണം എന്നുള്ള കാര്യം. പിന്നെ പാട്രിയോട്ടിസം മാത്രം ഉണ്ടെങ്കിൽ സിവിക് സെൻസ് ഉണ്ടാവണമെന്നില്ല. സെർബിയ പോലത്തെ രാജ്യങ്ങൾ ഹൈലി പാട്രിയോട്ടിക് ആണ് അവർ. പക്ഷെ അവരുടെ സിവിക് സെൻസ് വൺ ഓഫ് ദ പൂറസ്റ്റ് ഇൻ ദ വേൾഡ് ആണ്. അവർ ഭയങ്കര പാട്രിയോട്ടിക് ആണ്, അവർ രാജ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. പക്ഷെ അവർ ഇൻ എ സിവിക് സെൻസ് വെരി പൂറാണ്. പാട്രിയോട്ടിസം ഞാൻ അല്ല, പാട്രിയോട്ടിസം ഒരിക്കലും സിവിക് സെൻസ് അതൊരു ജസ്റ്റ് ഒരു കോംപ്ലിമെന്റിങ് ഫാക്ടർ മാത്രമാണ്. പാട്രിയോട്ടിസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് സിവിക് സെൻസ് എന്താവുമെന്ന് ഞാൻ പറഞ്ഞല്ല. പാട്രിയോട്ടിസം ലീഡ്സ് ടു ബെറ്റർ സിവിക് സെൻസ്. ദാറ്റ്സ് വാട്ട് ഐ ആം സെയിങ്. അത് കറക്റ്റ് ആണ്. അതായത് പാട്രിയോട്ടിസം ലീഡ്സ് ടു എ ബെറ്റർ സിവിക് സെൻസ് ബിക്കോസ് നമ്മുടെ കൺട്രി നന്നാവണം എന്നൊരു ഇന്റൻഷൻ ഉള്ളതുകൊണ്ട് പീപ്പിൾ മൈറ്റ് ഓക്കെ ഇവിടെ ഇങ്ങനെ ഒരു വേസ്റ്റ് എറിഞ്ഞാൽ അവിടെ ഒരു ഇറ്റ് ലുക്സ് ബാഡ് ഫോർ മൈ കൺട്രി. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ ചെയ്യാതിരിക്കാം. സിവിക് സെൻസ് പറഞ്ഞപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ അടുത്തൊരുണ്ടായ ഒരു ഇൻസിഡൻറ്റ് നമ്മുടെ നാട്ടിൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഒരു ലേഡി, ഷി വാസ് ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ എ ട്രെയിൻ. ആ സമയത്ത് ഷീ 2-3 സ്റ്റെപ്സ് മുന്നോട്ട് വെച്ച് നടന്നു പോകുമ്പോൾ ഷീ ഫൗണ്ട് എ വാലറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ ചിന്ത പോവും, ചിലപ്പോൾ അത് എടുക്കാം, ചിലപ്പോൾ അത് തുറന്ന് നോക്കാം എന്താണ്. സോ ആദ്യം ഒബ്വിയസ്ലി ഉള്ളിലത്തെ സിവിക് സെൻസ് ഉണർന്നു തോന്നുന്നു. ഷീ ജസ്റ്റ് ടുക്ക് ദ വാലറ്റ്. അതിൽ ക്യാഷൊക്കെ ഉണ്ടായിരുന്നു,
മൾട്ടിപ്പിൾ കാർഡ്സ് ഉണ്ടായിരുന്നു. ബട്ട് ഷീ ഫൗണ്ട് എ ഫോട്ടോഗ്രാഫ് അതിൻ്റെ ഉള്ളിൽ, ഒരു ഫാമിലിയുടെ ഒരു ഫോട്ടോഗ്രാഫ് ആയിരുന്നു. ആ ഫോട്ടോഗ്രാഫി ഫ്രം ദാറ്റ് ഷീ ഫൗണ്ട് ഇറ്റ്സ് ഒരു എൽഡർലി മാൻ, അയാളുടെ ഒരു ഫാമിലിയായിട്ട് ഒരു പിക്ചറായിരുന്നു. ആ വാലറ്റ് ഷീ ഇങ്ങനെ ക്ലോസ് ചെയ്യുമ്പോഴത്തേനും വൺ പേഴ്സൺ കെയിം ടുവേർഡ്സ് ഹർ. കുറച്ച് പ്രായമുള്ള ഒരാളാണ്. ഷീ ആ ഫോട്ടോയിൽ കണ്ട അതേ അയാൾ വന്നതും ഹീ കുറേ നന്ദിയൊക്കെ പറഞ്ഞു. താങ്ക് യു, എൻ്റെ കാർഡ്സും എൻ്റെ ഫാമിലിയുടെ ഫോട്ടോ അതല്ലാണ്ട് താങ്ക് യു ഫോർ റിട്ടേണിങ് ഇറ്റ് ടു മീ എന്ന്. ഷിയ ഒന്നും മിണ്ടിയില്ല, വാലറ്റ് അയാൾ കൊടുത്തു. അയാളത് കളക്ട് ചെയ്യുന്നു, തിരിച്ച് നടക്കുന്നു. പക്ഷെ അയാളുടെ ഉള്ളിൽ ഷീ ഫീൽ ചെയ്തൊരു താങ്ക്ഫുൾ ആ ഒരു ഇതുണ്ടല്ലോ, ദാറ്റ് ഫെൽട്ടർ ഇറ്റ് ഗിവ് എ വെരി ഗുഡ് ഫീലിംഗ് ഫോർ ഹർ. സോ സിവിക് സെൻസ് ഇറ്റ്സ് അബൌട്ട് ഇൻറ്റഗ്രിറ്റിയും കൂടിയാണ്. ഐ മീൻ ഈവൻ ദാറ്റ് ഈസ് വൺ ഈവൻ ദോ ഇഫ് നോബഡി ഈസ് വാച്ചിങ് യു, ബട്ട് ഷീ ഫെൽറ്റ് ദാറ്റ് ഓക്കെ, ഒരാളുടെ ഒരു പേഴ്സണൽ ബിലോങ്ങിങ് തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ? ആക്ച്വലി ഇതേപോലത്തെ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ അച്ഛനുണ്ടായിട്ടുണ്ട്. അച്ഛൻ അബുദാബിയിലെ സമയത്ത് ഞങ്ങൾ നാട്ടിലാണ്. ആ സമയത്ത് ഈ മൊബൈലൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഐഫോണും ഇല്ലാത്ത ടൈമിൽ നോക്കിയ ഫോൺ ഇതേപോലെ ടാക്സിയിൽ, ഒരു പട്ടാൻ ടാക്സിയിൽ വീണുപോയി. അച്ഛന് ഇതേപോലെ ടാക്സി പോയി തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഫോൺ വീണുപോയി പട്ടാൻ ടാക്സിയിൽ. ശ്രദ്ധിച്ചില്ല. അപ്പോൾ വീട്ടിലെത്തി നോക്കിയപ്പോൾ ഫോണില്ല. അപ്പോൾ അച്ഛനെ അവിടുത്തെ പേ ഫോണിൽ പോയിട്ട് നമ്പറിലേക്ക് വിളിച്ചപ്പോൾ ഈ ടാക്സി ഡ്രൈവർ ഫോൺ എടുത്തിട്ട് ഇയാൾ ആ മുസഫയിൽ എത്തിയ സമയത്ത് അപ്പോൾ അച്ഛൻ സിറ്റിയില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞ് ഈ ഫോണൊന്ന് തിരിച്ച് എന്നെ ഇറക്കിയെടുത്തൊന്ന് തിരിച്ചു കൊണ്ട് തരുമോ? അപ്പോൾ പുള്ളി പറഞ്ഞ് ഇതിപ്പോൾ എനിക്ക് ഞാൻ തന്നില്ല എന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകില്ല, ഇത് ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ നൈസായിട്ട് ടെക്നിക്ക് ഇട്ട് ഇതെടുത്തിട്ട് ദൈവം നിന്നെ നന്നാക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഒന്ന് 2 മിനിറ്റ് പോസ് ചെയ്തിട്ട് പുള്ളി എന്നാ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് നേരെ കൊണ്ടൊക്കെ കൊടുത്ത്. പക്ഷെ അതേസമയം എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി എനിക്ക് ഒരു വിധം എല്ലാ ആഴ്ചയിലും കാണുന്ന ഒരു വാർത്തയാണ് ന്യൂസിൽ വളരെയായിട്ട് വരുന്നത്. ടാക്സി ഡ്രൈവേഴ്സ് ഇതേപോലെ തന്നെ കുറേ വാല്യൂബിൾസ് ഓരോരുത്തർ, എസ്പെഷ്യലി ടൂറിസ്റ്റുകളെ നമ്മൾ കാണുന്നത് അത്രയും വാല്യൂബിൾ ആയിട്ടുള്ള ഒരു പക്ഷേ നെക്ലസുകൾ ടാക്സിയിൽ മറന്നു വെച്ചിട്ട് തിരിച്ചു കിട്ടുന്നത്. അതെങ്ങനെയാണ്? ടാക്സി ഡ്രൈവേഴ്സ് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഹാൻഡ് ഓവർ ചെയ്യണം. ഇവിടുത്തെ പോലീസ് ഇവരെ ട്രേസ് ചെയ്ത് പിടിച്ചിട്ട് അവരവരെ രാജ്യത്തേക്ക് കൊറിയർ ചെയ്ത് പോലും കൊടുക്കുകയാണ്. അത്രയും സർവീസ് ഇപ്പോൾ റീസെൻ്റ്ലി പോലെ കുറേ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം അതിൽ ഈ പറഞ്ഞ മൊത്തത്തിൽ നോക്കുമ്പോൾ ടാക്സി, ആ ദുബായ് ടാക്സി സർവീസിൻ്റെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യണം ഇങ്ങനെ ഓരോ ഇൻസിഡൻസ് ചെയ്യുമ്പോഴേ. ഞാൻ ഇതുപോലെ വായിച്ചതാണ്, ചില സ്കാൻഡിനേവിയൻ കൺട്രീസിൽ കുറച്ച് മാർക്കറ്റ്സ് ഉണ്ട്. ബേസിക്കലി അവരുടെ പ്രൊഡക്ട്സ് പുറത്ത് വെക്കും, അപ്പോൾ വില എഴുതിയും വെക്കും. അപ്പോൾ അവിടുത്തെ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത് പ്രൊഡക്റ്റ് കണ്ടു എത്രയാണ് എടുക്കുന്നത് അതിന് ഇക്വലൻ്റ് എമൗണ്ട് അവരൊരു ബൗളിൽ അവിടെ ഇടും. അത് വയനാട്ടിൽ ഇരിട്ടിയിലോ 1-2 സ്ഥലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് കേങ്ങ മാത്രമേ ഇല്ലൂ, ഒരു ഐറ്റം മാത്രം ടിവിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഓണർ ബേസ്ഡ് സിസ്റ്റം അതിന് പറയില്ല. സൗദിയിൽ ഒരു കുബൂസ് ബേക്കറി, യു ക്യാൻ പേ or you cannot, if you don't want to pay you don't have to pay. Oh, I see. Okay. Like Saudi or Qatar, I'm not sure. ബേസിക്കലി ഇതിൽ നമ്മൾ നോക്കുന്നത് ഇപ്പോൾ പല ടൈപ്പ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻസ് ഉണ്ടാവും. ഇപ്പോൾ എങ്ങനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും സിവിക് സെൻസ് ഇപ്പോൾ ഓരോ രാജ്യത്ത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ജപ്പാനിൽ ഇപ്പോൾ എങ്ങനെയായിരിക്കും അതിന് ഇംപ്ലിമെൻറ്റേഷൻ എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നമ്മൾ നേരത്തെ കുറച്ച് നേരം നമ്മൾ സംസാരിച്ചല്ലോ, സ്കൂളിംഗ് എന്നാണ് അതിന്റെ സ്റ്റാർട്ടിങ് ബേസിക്. അവിടുന്ന് ചുടല വരെ എന്നല്ലേ പറയും. പക്ഷെ ഇതിൽ വേറൊരു സംഭവം ഉണ്ട്. അതായത് ഇപ്പോൾ സ്കൂളിൽ അവർ ചിലപ്പോൾ അങ്ങനെ കാണും, ഇങ്ങനെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടാവും, ക്ലീനിങ്ങും ഉണ്ടാവും. പക്ഷെ നമ്മുടെ സറൗണ്ടിങ്സിലെ ആൾക്കാർ ഇത് ഒരു ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സ്കൂളിലെ സമയത്ത് ഈ ടോപ്പിക്ക് വന്നിരുന്നു. അതായത് ഇപ്പോൾ എക്സ്പാക്ട്സ് നമ്മളെ പോലത്തെ ആൾക്കാർ ഈട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു സ്റ്റൈല്, നാട്ടിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ വേറെ സ്റ്റൈലും. നാട്ടിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ വേറെ സ്റ്റൈലിന്റെ അല്ലടാ, നമ്മള് അങ്ങനെ ഡ്രൈവ് ചെയ്യേണ്ട അവസ്ഥ വരും. കാരണം അത് നമ്മള് റോഡ് എന്ന് പറഞ്ഞാല് നമ്മുടെ കൂടെ ഡ്രൈവിംഗ് മാത്രല്ല, ഇവിടെ നമ്മൾ ലിറ്റർ ചെയ്യാന് വളരെ അസിസ്റ്റന്റ് ആണ്. നാട്ടിൽ നമ്മൾ റോഡ് സൈഡിൽ ഇടാൻ മടിയുണ്ട് നമുക്കാർക്കെങ്കിലും. അതുപോലെ ഇൻഡിക്കേറ്റർ ഇടലും അതൊക്കെ ബേസിക് ഇതാണ്, ബേസിക് സെൻസ് ആണ്. അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ നാട്ടിലെത്തുമ്പോഴത്തേക്കും അത് നമ്മൾ കൺസിഡർ ഒന്നും ചെയ്യുന്നില്ല. സിവിക് സെൻസിന്റെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഇതെന്ന് വെച്ചാൽ നമ്മളെ ഇവിടുത്തെ ഡ്രൈവിങ്ങും നാട്ടിലത്തെ ഡ്രൈവിങ്ങും തമ്മിൽ നമ്മളെ ആറ്റിറ്റ്യൂഡാണ്, അപ്രോച്ച് എങ്ങനെയാണെന്നുള്ളതാണ്. ഇവിടെ ഒരുവിധം ലൈൻ ചേഞ്ച് ചെയ്യുമ്പോഴാണ് എത്ര നമ്മൾ ഡിഫറൻസ് ആണ്. നാട്ടിലോ നമ്മൾ അപ്രോച്ച് എങ്ങനെ ആയിരിക്കും. ഡ്രൈവിങ് മാത്രമല്ല, നമ്മളെ ലോയിറ്ററിങ് ആയിരിക്കോട്ടെ, നമ്മളെ സത്യാവസ്ഥയിൽ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. നമ്മൾ നാട്ടിൽ പോകുമ്പോൾ
നമ്മളെ നാട്ടിൽ ഒരു സ്ഥലത്ത് പോയാൽ നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യുന്നത് ആസ് എൻ എക്സ്പെക്ട് നമുക്ക് വണ്ടി തുറന്ന് കേടെ ഇടുക അതല്ലേ എല്ലാവരും ചെയ്യുന്ന, ചില ആൾക്കാർ ചെയ്യുന്നില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷേ അല്ല, ഇതിലിപ്പോൾ എന്താ അറിയോ, ഫൈന് കിട്ടും എന്ന് തോന്നിയാല് ചെയ്യില്ലതൊന്നും. ഇവിടെ നല്ല ഫൈൻ കിട്ടും, 600 dirhamsഉം 300 dirhamsഉം 1000 dirhams ഒക്കെ കിട്ടും. അത് ഫൈനിന്റെ മാത്രമല്ല, ഫൈൻ ഇപ്പൊ നാട്ടിലെ ക്യാമറ പിന്നെ ഫൈൻ അതിപ്പോ വരാൻ തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ ഈവൻ നമ്മുടെ NH66 കണ്ടില്ലേ, ഓപ്പോസിറ്റ് മെയിൻ ഹൈവേയില് അതാണ് ഫൈൻ കൊടുക്കണം എന്ന് പറഞ്ഞാലും ആൾക്കാർ ഹെൽമെറ്റിലാണ്ട് ഇപ്പോഴും വണ്ടി ഓടിക്കുന്നുണ്ട്, സീറ്റ് ബെൽറ്റ് ഇല്ലാണ്ട് ഇപ്പോഴും വണ്ടി ഓടിക്കുന്നുണ്ട്. കാരണം ഫൈൻ്റെ മറ്റേ ക്യാമറ വരുമ്പോൾ അവരിങ്ങനെ കൈ പിടിച്ചുകൊണ്ടിരിക്കുക ഫോട്ടോ എടുക്കുമ്പോൾ. അങ്ങനത്തെ സീനൊക്കെ ഇപ്പോഴും ഉണ്ട്. അത് ഫൈനിൻ്റെ മാത്രം എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇവിടെ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ഫൈൻ കിട്ടിയ ഫൈന് പേടിക്കണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഫൈന് അത്യാവശ്യം വലിയ എമൗണ്ട്, ദിറംസിൽ തന്നെ വലിയ എമൗണ്ട് ആണ്. പിന്നെ നമ്മൾ ഇന്ത്യക്കാർക്കൊരു സ്വഭാവമുണ്ട്, നമ്മളെന്തെങ്കിലും ദിറംസിൽ വാങ്ങിക്കണം അല്ലെങ്കിൽ ദിറംസ് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മളപ്പോൾ തന്നെ നമ്മൾ ഇന്ത്യൻ റുപ്പീ ചെയ്ത് കൺവേർട്ട് ചെയ്ത് നോക്കും. അപ്പോൾ 1000 dirhams അയ്യോ 22,000 30,000 രൂപ ഫൈൻ എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. അപ്പൊ ഫൈനിന്റെ വാല്യൂ കുറവായതുകൊണ്ടായിരിക്കും ചിലപ്പോ. എനിക്കറിയാം നാട്ടിലെ ഫൈൻ എനിക്ക് എത്ര അറിയില്ല. നാട്ടിലെ ഫൈന് കുറവായതുകൊണ്ട് ഫൈൻ നമ്മൾ അസൈഡ് ചെയ്യുന്നത്. വൈ ഡോണ്ട് വി ആസ് എ പാട്രിയോട്ട് പറഞ്ഞ പോലെ നീ പാട്രിയോട്ട് അല്ലേ ഇങ്ങനെ അടിക്കണം? ഞാൻ പാട്രിയോട്ട് ആണെന്ന് എനിക്ക് തോന്നിയില്ല. ഞാനൊരു നല്ല സിറ്റിസൺ ആണ്, ഞാൻ നല്ലൊരു ഹ്യൂമൻ ബീങ് ആണ്. എൻ്റെ കൺസെപ്റ്റില് ഞാൻ യോജിക്കുന്നു. ഞാൻ അല്ല എന്നുള്ള ഐ ട്രൈ ടു ബി ബെറ്റർ ബട്ട് I want to be a better man but I'm not a good man. To be truthful, അത് ആക്സെപ്റ്റ് ചെയ്തതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ആക്ച്വലി. സോ നമ്മൾ next step is working towards that. yes, as an Indian citizen, what is my contribution to my country? Nothing. Maybe the few tax I pay, that's it, nothing else. I don't think I have done anything for my country, for my community. Done something but not that of a big impact. നമ്മളങ്ങനെ പറഞ്ഞു ചെയ്യേണ്ട കാര്യമല്ലല്ലോ അത്. ലൈക്ക് ഇഫ് വി ആർ ഡൂയിങ് സംതിങ് ഗുഡ്, വൈ ഷുഡ് വി അഡ്വർടൈസ് ഇറ്റ്? That's true. പക്ഷേ as per the rule of Islam, the right hand should not know what the left hand should not know what the right hand has given. അല്ല, ഇത് വേറെ ആസ്പെക്റ്റ് ആണ്. ഇതിന് ബേസിക്കലി പബ്ലിസൈസ് ചെയ്യണമെന്ന് ഞാൻ പറയാം. എന്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ ഒരു ഗാർബേജ് ത്രോ ചെയ്യുന്നു, ഒരു കുട്ടി അത് കാണുന്നു, ഇൻഡയറക്ട്ലി ഈവൻ ദോ സ്കൂളിൽ അത് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും, എസ്പെഷ്യലി ഇഫ് യുവർ പാരൻസ് ഓർ സംബഡി ക്ലോസ് ആരെങ്കിലും അത് ചെയ്യുന്നുണ്ടെങ്കിൽ ആൾ വിചാരിക്കും ഇറ്റ്സ് ക്വൈറ്റ് നോർമൽ ടു ഡു ദാറ്റ്. ഓക്കെ, അപ്പോൾ ആളത് സ്കൂളിൽ പഠിപ്പിച്ചാൽ പോലും ഇൻ ലൈഫിൽ സ്വന്തം പാരൻറ്റോ അല്ലെങ്കിൽ ഒരു അങ്കിളോ ബ്രദറോ ഇത് കാണുമ്പോൾ വിചാരിക്കും ഓക്കെ ദിസ് ഇസ് ദ നോർമൽ. ഓക്കെ, നമ്മളുടെ ഒരു മോഡലായിട്ട് നമ്മുടെ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്താൽ മാത്രമാണ് അത് ബാക്കി ഫ്യൂച്ചർ ജനറേഷൻസ് അത് ഫോളോ ചെയ്യുള്ളൂ. സോ ഇറ്റ് ഹാസ് ടു സ്റ്റാർട്ട് ഫ്രം ദ സ്മോളർ ജനറേഷൻ. അവർക്ക് കാണിച്ചു കൊടുക്കാൻ നമ്മൾ നന്നാവണം. Basically, in other words, parenting അല്ല, റോൾ മോഡൽ ആവണം. അല്ല, parenting also plays an important role. പാരന്റിങ് ഓൾസോ പ്ലേസ് എ ഇമ്പോർട്ടൻറ്റ് റോൾ. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഇതിപ്പോൾ പല രാജ്യങ്ങളിലും പല രീതിയിലാണ്. ഇപ്പോൾ ജപ്പാനിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് അവർ കൾച്ചറലി അങ്ങനെയാണ്. അതേപോലെ തന്നെ സ്കൂളിലും അങ്ങനെ പഠിപ്പിക്കുന്നു. അപ്പോൾ അത് അവരുടെ സിസ്റ്റത്തിൽ എംബഡഡ് ആണ്. സിംഗപ്പൂർ എന്ന രാജ്യത്തെന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ഇനീഷ്യലി അവരെ ഹെസിറ്റൻ്റ് ആയിരുന്നെങ്കിൽ പോലും അവർക്ക് അങ്ങനെ ഒരു കൾച്ചർ ഇല്ലായിരുന്നു. പക്ഷേ സ്ട്രിക്റ്റ് റൂൾസ്, റെഗുലേഷൻസ്, ഫൈൻസ് അത് വെച്ചിട്ട് ഇപ്പോൾ ആ ഒരു ജനറേഷൻ അത് ഫോളോ ചെയ്യുന്നു. ഫ്യൂച്ചർ ജനറേഷൻസ് അത് ഫോളോ ചെയ്യും. ഇതേപോലെ പല ആസ്പെക്ട്സ് ഉണ്ടാവും. നമ്മൾ കൾച്ചറലി എംബഡഡ് ആവാം. ബേസിക് ആയിട്ടുള്ളൊരു സംഗതി എന്ന് വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൊരു ചെറിയൊരു സാധനം എടുത്തിട്ട് ഗാർബേജ് ബോക്സിൽ ഇട്ടാൽ തന്നെ അതും വലിയൊരു സ്റ്റെപ്പാണ്. പണ്ട് ഞാൻ ഫേസ്ബുക്കിൽ ഒരു ഗ്രൂപ്പിനെ ഫോളോ ചെയ്തിന് ഇൻ 2010-11 ദാറ്റ് പീരീഡ്. അവർ ബേസിക്കലി എന്താ ചെയ്തെന്ന് വെച്ചാൽ ലെറ്റ്സ് അവർ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചർ ഇടും. ബിഫോറിൽ എന്ന് പറഞ്ഞാൽ പെയിന്റ് അടിക്കാത്തതും കുറച്ച് ഇതായിട്ടുള്ളതും, പിന്നെ അവർ ആഫ്റ്റർ അതിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായത്. നമ്മുടെ നാട് ഒരു വികസിക്കുന്നത്, നമ്മൾ ഈ റവാണ്ടയിൽ നടന്ന പോലത്തെ ഒരു ഇതാണെന്നൊക്കെ ഫീലായ. ബട്ട് ഇപ്പൊ അതൊന്നും കാണുന്നില്ല. ഇല്ല, ഇറ്റ്സ് ഓൾസോ ഹാപ്പനിങ്. ലൈക്ക് ഞാൻ ബാംഗ്ലൂരൊക്കെ ഇപ്പൊ റീസെന്റ് കണ്ടിരുന്നു. കോളേജ് സ്റ്റുഡൻസും ഇപ്പൊ ഈ പറഞ്ഞ NGOs ഒക്കെ they are doing it, their part actually. So well, it's good to know they are doing it. പിന്നെ ഈ വെർസോവ ബീച്ചിലെ ഇറ്റ്സ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ബീച്ച് ക്ലീൻ അപ്പ് ഇൻ ദ വേൾഡ്. അതേപോലെ ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചെന്താന്ന് വെച്ചാൽ
അതിപ്പോൾ ഇവിടെയാണെങ്കിലും നാട്ടിലാണെങ്കിലും ഈ പബ്ലിക് ടോയ്ലറ്റ്സിലൊക്കെ പോകില്ല, മോളിലാണെങ്കിലും ഷോപ്പിംഗ് മോളിലാണെങ്കിലും എവിടെയാണെങ്കിലും ദർ വിൽ ബി ജാനിറ്റർ ഹൂസ് ക്ലീനിങ്, ലൈക്ക് ക്ലീനർ ഉണ്ടാവുമല്ലോ. സോ അവിടെ ഇപ്പോൾ നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർ ശ്രദ്ധിച്ചാരെന്ന് വെച്ചാൽ അവിടെ പോയി ഇപ്പോൾ വാഷ് ബേസിനിൽ കൈ കഴുകി കഴിഞ്ഞാൽ ടിഷ്യൂ എടുക്കും, ടിഷ്യൂ തുടയ്ക്കും, പിന്നെ അത് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇടും. ബട്ട് അത് ചിലപ്പോൾ വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് എറിയുന്ന രീതിയിൽ താഴെ പോവും. അവരത് മൈൻഡ് ചെയ്യാണ്ട് നടന്നു പോകും. ബട്ട് അവിടെ ഇരിക്കുന്ന ക്ലീനർ അയാൾ ഇത് ക്ലീൻ ചെയ്യേണ്ടത്. അപ്പൊ നമ്മള് അവരുടെ ഒരു എന്തെന്ന് വെച്ചാൽ എന്തായാലും ക്ലീനർ ഇവിടെ ഉണ്ടല്ലോ, പുള്ളി എടുത്തിട്ടോളൂന്ന്. ആ മെന്റാലിറ്റി നമ്മൾ മാറ്റണം ആക്ച്വലി. ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ കയ്യിൽ നിന്ന് ഞാൻ വീണ്ടും പോയി എടുത്ത്, എനിക്ക് ആക്ച്വലി ഇങ്ങനെ എവിടുത്തെ പബ്ലിക് ടോയ്ലറ്റ് ആണെങ്കിലും നമ്മൾ ഉള്ളിൽ കയറുമ്പോൾ ചിലപ്പോൾ ക്ലീനർ അത്രയും നമ്മൾ ഡോറ് തുറന്നിട്ട് അവിടെ പോകുമ്പം പുള്ളി തുടച്ചുകൊണ്ട് അവിടെ വരെ എത്തിയിട്ടുണ്ടാവും ബാക്കിൽ. അപ്പൊ എനിക്ക് അതിന്റെ മുകളിൽ ചവിട്ടി പോകാൻ ഭയങ്കര ഒരു മടുപ്പാണ്. അപ്പൊ ഞാൻ സോറി എന്ന് പറഞ്ഞാൽ ചവിട്ടി പോണത്. പക്ഷെ അതൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്വന്തം മനസ്സിൽ നിന്ന് തോന്നണം. അല്ലാണ്ട് നമുക്ക് ആരെയും അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. ഇതിപ്പോ എത്ര ഫൈൻ കൊടുത്തെന്ന് പറഞ്ഞാൽ ഇല്ല, പക്ഷെ ഫൈൻ കൊടുത്താൽ അതിനായിട്ട് ഒരു ഇങ്ങനത്തെ സംഭവമല്ല. പക്ഷെ ഫൈൻ കൊടുത്താൽ അതിന് എഫക്റ്റ് ഉണ്ടാവും. ഒരു പ്രാവശ്യം ചിലപ്പോൾ നീ ഫൈൻ കൊടുത്താല് ഡീപ് ഡൗൺ you are not doing it out of the goodness of your heart. You are doing out of fear, because you are doing out of fear. ചിലപ്പോൾ ഫിയർ ആയിരിക്കും സൊല്യൂഷൻ, പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ കാര്യം പറയാം, സ്പീഡ് ക്യാമറാസ് ഉണ്ട്, എന്തുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണ് അല്ലെങ്കിൽ സ്ലോ ഡൗൺ ചെയ്യുന്നു, അല്ലെങ്കിൽ ഈവൻ ആ നോർമൽ സ്പീഡിൽ പോകണം, സ്പീഡ് ക്യാമറാസ് ഉള്ളതുകൊണ്ട് ഫൈൻ കിട്ടും എന്ന് പേടിയുള്ളതുണ്ട്. 1, 2, 3, 4 പ്രാവശ്യം കിട്ടി നമ്മുടെ പൈസ കാലിയാകുമ്പോഴത്തേക്കായിരിക്കും. If it is out of fear, ഇപ്പൊ നമ്മൾ സ്പീഡിങ് ഒരു റോങ് ആയിട്ടുള്ള കൺസെപ്റ്റ്. സ്പീഡിങ്, വൈ ഇസ് ഇറ്റ് റോങ്? ഇറ്റ്സ് നോട്ട് റോങ്. ജർമ്മനിയിലെ ഓട്ടോബാണിൽ അൺലിമിറ്റഡ് സ്പീഡാണ്. എടാ, സ്പീഡിങ് ബിക്കംസ് റോങ് when you're not in the limit of the road. Like for autobahn, there's no limit. There's no limit. Yeah. So we have better roads than them here. പക്ഷെ ഓട്ടോബാനിൽ എല്ലാ ഭാഗത്തും അൺലിമിറ്റഡ് അല്ല. But the majority is unlimited. അവിടെ it comes with a risk actually. Yeah, of course, when you are going അല്ല, 200 പക്ഷെ kilometers അവിടെയും per ഒരു hour. സിവിക് സെൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞിട്ട് ഓട്ടോബാനില് ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ട്. ബേസിക്കലി എന്താ പറയുന്നതെന്ന് പറഞ്ഞാല് ലെഫ്റ്റ് ലൈൻ സ്പീഡ് ട്രാക്ക് ആണ്. നമ്മൾ അവിടെ ലെഫ്റ്റ് ലൈനിൽ കയറാ, ഓവർടേക്ക് ചെയ്യുക, റിട്ടേൺ ബാക്ക് ടു യുവർ അതർ ലൈൻ. അത് അവിടെ മാത്രമല്ല, ഇവിടെ അങ്ങനെ തന്നെ എല്ലായിടത്തും റൂൾ അങ്ങനെയാണ്. പക്ഷെ ഫോളോ ചെയ്യുന്നില്ല. ഞാൻ രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങണമെങ്കിൽ എല്ലാ ദിവസവും, ഇന്ന് എൻ്റെ കൂടെ മില്ലുണ്ടായിരുന്നു, എല്ലാ ദിവസവും റൈറ്റ് ലൈനിൽ ഒറ്റ മനുഷ്യനില്ല, എല്ലാരും ലെഫ്റ്റിൽ കൂടി സ്ലോയിൽ ഓടിച്ചോണ്ടിരിക്കുക. ഒരു മിനിറ്റ്, ഇപ്പൊ മിനിമം സ്പീഡ് ലെഫ്റ്റ് ലൈനിൽ വന്നിട്ടുണ്ട്, എന്നിട്ട് അതിന് കുറവുണ്ടാ? മിനിമം സ്പീഡ് ലെഫ്റ്റ് ലൈനിൽ എല്ലാ എമിറേറ്റ്സിലും വന്നിട്ടില്ല. അബുദാബിയിൽ ഇറ്റ്സ് ഫ്രം 1 point to 1. അത് വൺ പെർട്ടിക്കുലർ പോയിന്റ്, അതായത് ലൈൻ റോഡിൽ അല്ല, അത് എടുത്ത് മാറ്റി. അത് നല്ല റൂളാട്ടോ. അത് നല്ല റൂളായിരുന്നു സത്യമായിട്ട്. ഞാൻ ലൈനിൽ വന്നിട്ടുണ്ടോ ചെറിയ സ്പീഡിൽ ആൾക്കാർ? വേറെ ഞാൻ ഇന്നാള് സ്പീഡ് ലൈനിൽ കൂടി പോവേ, അപ്പോൾ ഒരു ലാൻഡ് ക്രൂസർ വഴി മാറണില്ല, ഫ്ലാഷ് ചെയ്ത് വഴി മാറണില്ല. പിന്നെ ഞാൻ പെട്രോൾ ഫ്ലാഷ് ചെയ്യണമല്ലോ, പടപടാ ഞാൻ അങ്ങനെ അടിക്കില്ല. ഞാൻ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് 3 ഫ്ലാഷ് അടിക്കും വഴി മാറാനുള്ള. ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ടുകൊണ്ടിരുന്നു, തിരിച്ചോ വീട്ടിലേക്ക് പോണ വഴിയാണ്. അപ്പോൾ പിന്നെ എനിക്ക് തിരക്കൊന്നുമില്ല. ഞാൻ ആളുടെ പുറകിൽ ഞാൻ ഇൻഡിക്കേറ്റർ ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നു. ആൾ കൈ പുറത്തിട്ടിട്ട് ഇങ്ങനെ കാണിക്കണം, എന്തോ കാണിക്കുന്നുണ്ട്. ഞാൻ മൈൻഡ് ചെയ്തില്ല, ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ടുകൊണ്ടിരുന്നു. കുറേ നേരം കഴിഞ്ഞാൽ പുള്ളി ലെയിൻ ചേഞ്ച് ചെയ്ത്. അപ്പോൾ ഞാൻ ഫ്രണ്ടിലേക്ക് എടുത്ത് നോക്കിയപ്പോൾ പുള്ളിക്കാരത്തിയായിരുന്നു. ഇവർക്ക് ബേസിക് ആയിട്ടുള്ള കാര്യം, ലെഫ്റ്റ് ലൈൻ ഓവർടേക്കിംഗ് ലൈൻ ആണെന്ന കാര്യം ഇവർക്ക് ലൈസൻസ് എടുക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാത്തതാണോ അതോ അവർക്ക് അറിയാത്തതാണോ ഒന്നും അറിയാൻ പാടില്ല. ഇങ്ങനത്തെ കുറേ പേരുണ്ട്. ഇപ്പം ഞാൻ ആക്ച്വലി ഇത് സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് വാർത്ത വന്നപ്പോൾ, ടെയിൽ ഗേറ്റിങ്ങിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഒരു ആർജുണ്ട് ദുബായിൽ പുള്ളി പറഞ്ഞ. അപ്പോൾ ടെയിൽ ഗേറ്റിങ്ങിനെ കുറിച്ച് ഇങ്ങനെ വാർത്ത വന്നപ്പോൾ ഞാൻ അതിനകത്തൊരു കമൻ്റ് ഇട്ടു, ലെഫ്റ്റ് ലൈനിൽ കിടന്ന് ടെയിൽ ഗേറ്റിംഗ് ചെയ്യണവർക്ക് ഫൈൻ ഉണ്ട്, ഓക്കെ. ലെഫ്റ്റ് ലൈനിൽ തലേണം കിടക്കിയിട്ട് ഉറങ്ങണവർക്ക് വല്ല ഫൈൻ ഉണ്ടോ എന്ന് ചോദിച്ചു. അതിന് ഫൈൻ ഉണ്ട് ആക്ച്വലി. അതിന് ഫൈൻ കിട്ടുന്നത് കുറവാ.
പക്ഷെ അതിനും ഫൈൻ ഉണ്ട്. ഫൈൻ ഉണ്ട്. എന്ത് സ്ലോ പോകുന്നതിനാ? സ്ലോ ഫൈൻ ഉണ്ട്. ഷൈലിൽ ഇപ്പൊ എടുത്തളഞ്ഞെന്ന് പറഞ്ഞേ. അല്ല അതൊരു അങ്ങനല്ല. അപ്പൊ അതിന് എൻ്റെ അടുത്ത് ഒരാൾ റിപ്ലൈ, ഒരു മലയാളിയാണ് പുള്ളി, റിപ്ലൈ ഉണ്ട്. പുള്ളി എനിക്ക് റിപ്ലൈ തന്നാണ്, ലെഫ്റ്റ് ലൈനിൽ ഫാസ്റ്റ് ട്രാക്ക് അല്ലേ, അവിടെ നമുക്ക് എന്താണ് ആ ലിമിറ്റിൽ പോകാനുള്ള ലൈൻ അല്ലേന്ന്. 140 ആണെങ്കിൽ 140 പോകാനുള്ള ലൈൻ അല്ലേന്ന്. അതാണ് പറഞ്ഞത്. അത് 140 പോകാനുള്ള ലൈൻ അല്ല, അത് ആക്ച്വലി ഓവർടേക്കിംഗ് ലൈനാണ്. പുള്ളിക്ക് 140 പോകണമെങ്കിൽ പുള്ളി ലെഫ്റ്റ് ലൈൻ അല്ല, അതിന്റെ സെക്കൻഡ് ലൈനിൽ പോകണം. ഇത് ഓവർടേക്ക് ചെയ്ത് ബാക്കിയുള്ളവർക്ക് ഓവർടേക്ക് ചെയ്ത് പോകണം. ഇപ്പൊ എന്താ സംഭവം, നമ്മൾ റൈറ്റിൽ കൂടി ഓവർടേക്ക് ചെയ്യേണ്ട ആവശ്യം. അത് ഒന്നും കൂടി ഡേഞ്ചറസ് ആണ് അത് ആക്ച്വലി. തന്നെ നേരത്തെ പറഞ്ഞ പോലെ ടൂറിസം അക്കോർഡിംഗ്ലി എഫക്റ്റ് ആവുന്നത് ഈ റീസൺ കൂടിയാണ്. പുറത്ത് രാജ്യത്ത് നിന്ന് ടൂറിസ്റ്റുകൾ വരുമ്പോൾ ഒരു വിഷയം, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർ ഈ പറഞ്ഞ പോലെ പബ്ലിക് ട്രാൻസ്പോർട്ടോ പബ്ലിക് ടോയ്ലറ്റ്സ് ആയിക്കോട്ടെ, പബ്ലിക് ലൊക്കേഷൻസിൽ ടൂറിസ്റ്റ് ലൊക്കേഷൻസൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ അവരും ഫേസ് ചെയ്യണ ഇതേ ഇഷ്യൂ. സിറ്റിസൺസ് ആയ നമ്മൾക്ക് ഈ ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ട് അതിന് കൂടുതൽ പ്രയാസമാണ്. ഒന്ന് അതാണ് ഈ പറയുന്നത്, സിറ്റിസൺസ് ആയ നമുക്കിന്ന് വിഷയം ഉണ്ടെങ്കിലും മെജോറിറ്റി ആൾക്കാർക്ക് ഇതൊരു വിഷയം അല്ലാന്ന്. എന്നിട്ട് നമ്മൾക്ക് മാത്രം ഇതൊരു വിഷയമായിട്ട് കാണുന്നുള്ളൂ. യൂറോപ്യൻസിനും നോർത്ത് അമേരിക്കൻസിനും ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ, നല്ല ടോയ്ലറ്റാണ്, നല്ല സ്പേഷ്യസ് ക്ലീൻ ഡ്രൈ ടോയ്ലറ്റാന്ന് വിചാരിച്ചോ. അവരുടെ ഇഷ്യൂ രണ്ടെണ്ണമാണ്. ഒന്ന് ടോയ്ലറ്റ് പേപ്പർ നാപ്കിൻ ഇല്ലാത്തത്, പിന്നെ അത് കഴിഞ്ഞിട്ട് അതായത് ടോയ്ലറ്റ് കഴിഞ്ഞിട്ട് ഹാൻഡ് വാഷ് ഇല്ലാത്തത്. അവർക്ക് അത് രണ്ടും ഭയങ്കര കമ്പൾസറി. മറ്റൊരു കാര്യം കൂടി ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻനെസിന്റെ അല്ല, അത് അവരെ അപ്രോച്ചും നമ്മളെ അപ്രോച്ചും ഡിഫറെന്റ് ആയതുകൊണ്ടാണ്. സിസ്റ്റം കൾച്ചർ വ്യത്യാസം കൂടിയാണ്. ഇപ്പൊ അവര് ഈ പറഞ്ഞൊരു വാഷ്റൂംസ് പോയി കഴിഞ്ഞാൽ നമ്മൾ അത് കഴിഞ്ഞ് ഇമീഡിയറ്റ്ലി അവരെ വാഷ്റൂംസിൽ, ഇപ്പൊ യൂറോപ്പിൽ ട്രെയിൻ ആയിക്കോട്ടെ ഫ്ലൈറ്റ്സിലായാലും ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈ ആയിരിക്കും വാഷ്റൂംസ്, ടോയ്ലറ്റ്, സിങ്കൊക്കെ ഡ്രൈ ആയിരിക്കും. ഈ അർമേനിയ, ജോർജിയ ഞങ്ങളൊക്കെ പോയി കഷ്ടപ്പെട്ടാണ് അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ബക്കറ്റ് നമ്മൾ കൈ കൊണ്ടുപോകണം വെള്ളം നിറയ്ക്കാനായിട്ട്. അല്ലാണ്ട് അവിടെ വേറെ ഒന്നും കിട്ടൂല. ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ടോയ്ലറ്റ് പേപ്പറും ഒരു ട്രാഷ് ക്യാനും ഹാൻഡ് വാഷും എല്ലാം അവിടെ തന്നെ ഉണ്ടാവും ടോയ്ലറ്റിൽ. ഫ്രാൻസിൽ ബിഡേ ഉണ്ട്. ഫ്രാൻസിൽ, ഇറ്റലിയിലാണ് ബിഡേ ഉള്ളത്, ഫ്രാൻസിലില്ല. ഇപ്പൊ നമ്മൾ ഇവിടെ യു എയിൽ കണ്ടാല് പണ്ടത്തെ ഒരു അത് ഇറ്റലിയിലാണ് എന്റെ അറിവ്. ഇറ്റലിയിൽ എന്റെ അറിവിൽ ഫ്രാൻസ് ആണ്. അതായത് ഡബ്ല്യൂസിന്റെ അതേ സൈസിൽ തന്നെ ഒരു ബിഡേ ഉണ്ടാവും. ഇപ്പൊ ഒന്ന് സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടി കുറെ സാധനം ഞാൻ ഫസ്റ്റ് ഇവിടെ വന്നപ്പോ ഞാൻ ആദ്യമായിട്ട് കാണാണ് ഇവിടുത്തെ ബിൽഡിങ്സിൽ. അത് നാട്ടിൽ ഞാൻ 7ാം ക്ലാസ് എനിക്ക് തോന്നുന്നില്ല. ഉണ്ട് എന്റെ ബിൽഡിങ്ങിലുണ്ട് ഇപ്പോഴും, പഴയ ബിൽഡിങ്സിലാണ്. ഞാൻ വിചാരിച്ചാൽ അത് കുട്ടികളുടെ ഹാൻഡ് വാഷ്. അത് ഞാൻ പറയാമത്. ഞാൻ ഫസ്റ്റ് ഞാൻ 7ാം ക്ലാസ് കഴിഞ്ഞിട്ട് 8ാം ക്ലാസ്സിൽ ഇവിടെ വന്നപ്പോ ഞങ്ങള് താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ അത് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അച്ഛൻ്റെ അടുത്ത് ഇത് കണ്ടപ്പോ കൗതുകമായി കണ്ടിട്ട്, ഈ സാധനം നാട്ടിൽ കണ്ടിട്ടില്ലോ, ഇവിടെ വന്നപ്പോ എങ്ങനെ ഇത് കൊള്ളാലോ ഞാൻ ഇരുന്നൊക്കെ നോക്കി അതില്. ആന്ന് അത് അടിപൊളിയായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ കയ്യൊക്കെ കഴുകി കഴിഞ്ഞിട്ട് പിന്നെ അച്ഛൻ പറഞ്ഞാ അത് സാധനം എന്താണെന്ന് അച്ഛൻ പറഞ്ഞന്ന്. പിന്നെ ഞാൻ ചോദിച്ചു വേണ്ടായിരുന്നു. അല്ല, ഈ പോയിന്റ് എന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിലും നമ്മൾ യൂറോപ്യൻസിനും അമേരിക്കൻസിനെയും ബ്ലാങ്ക് ആയിട്ട് ഇതാക്കണ്ട. അതായത് അവർ ഈ നാപ്കിനെ കാട്ടി എത്രയോ ബെറ്റർ ആണ്. ക്ലീൻലിനെസ്സിൽ എനിക്ക് തോന്നുന്നത് നമ്മളതിന് മുന്നിലാണ്. ഞാൻ വേറെ കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ അവർ ടൂറിസ്റ്റിൽ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ പോലെ അത്ര ബാഗേജ് അവിടെ ക്യാരി ചെയ്യില്ല. വളരെ ലിമിറ്റഡ് സെറ്റ് ഓഫ് ക്ലോത്ത്സ് അവർ ക്യാരി ചെയ്യുള്ളൂ. അവരുടെ സിസ്റ്റം എങ്ങനെയാ വെച്ചാൽ, എസ്പെഷ്യലി ഇങ്ങനെ സ്ഥിരം ട്രാവൽ ചെയ്യണവർ മേ ബി ഒരു മന്തിൽ അവർ ലോങ് ട്രിപ്പ് പോകുമ്പോൾ 5 സെറ്റ് ഓഫ് ക്ലോത്ത്സ് വെച്ചിട്ട് ഉപയോഗിച്ച ഡ്രസ്സ് അവർ അതേ ദിവസം തന്നെ ഹോട്ടൽ റൂംസിൽ പോയിട്ട് വാഷ് ചെയ്ത് അലക്കിയിട്ട് അവർ അയൺ ചെയ്ത് ഡ്രൈ ചെയ്തിട്ട് അടുത്ത ദിവസങ്ങൾ അവരെ തന്നെ ഉപയോഗിക്കണം, ഇൻക്ലൂഡിങ് ഇന്നേഴ്സ്. നമ്മളങ്ങനെയല്ല. നമ്മൾ പോകുമ്പോൾ കണ്ടില്ല, ഒരു ഫാമിലി പോകുമ്പോൾ നമ്മളെക്കാളും കൂടുതൽ ബാഗേജ് ഉണ്ടാവും. ഈ ബാഗേജ് ക്യാരി ചെയ്യണം പബ്ലിക് ട്രാൻസ്പോർട്ടിൽ. അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല, നമ്മൾ ടാക്സി ഹയർ ചെയ്യേണ്ട അവസ്ഥ വരുന്നത്. പക്ഷെ അവർ അതേ സമയം പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാൻ പറ്റും. അവർ കൺവീനിയന്റ് ജസ്റ്റ് ഒരു ബാക്ക് പാക്ക് ഉണ്ടാവുള്ളൂ. ഞങ്ങൾ ജോർജിയ പോയപ്പോൾ ഞങ്ങളുടെ 4 പേരുണ്ട്. ഒരു 7 സീറ്റർ വണ്ടിയായിരുന്നു വേണ്ടിയിരുന്നു അവിടെ കറങ്ങാനായിട്ട്, ലഗേജിന് വേണ്ടി. കാരണം ഒന്ന് ചെക്കൻ ചെറുതായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവൻ്റെതായ ഡയപ്പറും കാര്യങ്ങളും അവരുടെ ടോയ്ലറ്ററീസും എല്ലാം ഉണ്ടായിരുന്നു അതിനകത്ത്. പിന്നെ അവിടെ ഇടാനുള്ള ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പാക്ക് ചെയ്തായിരുന്നു. അത് വേറെ, എനിക്കൊരു ബാഗ്, അവക്കൊരു ബാഗ്, അമ്മയ്ക്കൊരു ബാഗ്, കൊച്ചിന് 2 ബാഗ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടുത്തെ ഗൈഡ് അത്യാവശ്യം നല്ലൊരു ഗൈഡായതിൻ്റെ പേരിൽ കാര്യങ്ങളൊക്കെ ഡീസൻ്റ് ആയിട്ട് നടന്നു. പക്ഷേ വി ഓവർ പാക്ക് ഇൻ മൈ ഒപ്പീനിയൻ വെൻ വി ട്രാവൽ. ഇറ്റ്സ് നോട്ട് നെസസറി ബട്ട് വി ആക്ച്വലി ഓവർ പാക്ക്. നമ്മളെ റേഷ്യലി
ഈ അയർലൻഡിലും അവിടെ ഇവിടെയൊക്കെ റേഷ്യലി അബ്യൂസ് ചെയ്യണ സമയത്തും എല്ലാവരും പറയണ വൃത്തിയില്ലാത്ത ടീംസ് എന്നാണ്. അപ്പോൾ അതേപോലെ തന്നെ ഈ ചെയ്ത് കഴുകാത്ത ടീംസാണ് നമ്മളെ വൃത്തിയില്ലാന്ന് പറയണത്. അല്ല, അതിൽ വേറൊരു സംഭവമുണ്ട്. നമ്മുടെ ബോഡിയുടെ നേച്ചറുണ്ട്. നമ്മുടെ ബോഡിയിൽ ഓർഡർ ഭയങ്കരമായിട്ട് വരും, മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ ജാപ്പനീസും കൊറിയൻസും അവർക്കുണ്ടല്ലോ, അവരുടെ ബോഡി ഓർഡർ ഇല്ല. അവിടെ പോയാൽ ബോഡി ഡിയോഡറൻ്റ് ഒന്നും സംഭവമില്ല. അതുകൊണ്ട് ഡോണ്ട് സ്വെറ്റ്. അവർ മാത്രമല്ലേ, ഫിലിപ്പിനോസ് അങ്ങനെ തന്നെ. ഇപ്പോൾ ഒരു ലിഫ്റ്റിൽ നമ്മളിപ്പോൾ ഇവിടെ യു എയിലായതുകൊണ്ട് പറയാം, ലിഫ്റ്റിൽ ഫിലിപ്പിനോസിനൊപ്പം നമ്മൾ ലിഫ്റ്റിൽ കയറി വന്നാൽ, ഇന്ത്യൻസിൻ്റെ ഒപ്പം ലിഫ്റ്റിൽ കയറി വന്നാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഫിലിപ്പിനോ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ അവരുടെ സ്മെല്ല് നമുക്ക് ലിഫ്റ്റിൽ ഫീൽ ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് നല്ലൊരു എന്താ പറയുക, ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ടീംസാണ് അവരൊക്കെ. പക്ഷെ എന്നും പറഞ്ഞ് നമ്മൾ അതേപോലെ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണില്ല എന്നല്ല, ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് ബോഡി ഓർഡർ കൂടുതലാണ്. അപ്പോൾ അതിനെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ പല ഡിയോഡറൻസും ആൻറ്റി പെർസ്പിറൻസും അതൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. പല ആൾക്കാർ യൂസ് ഉണ്ടാവില്ല. അപ്പോൾ ചിലരുടെ ന്യൂസ് സെൻസിറ്റിവിറ്റി ഭയങ്കര ഹൈ ആയിരിക്കും, പെട്ടെന്ന് സെൻസ് ചെയ്യും. അപ്പോൾ അവർക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അപ്പോൾ നമ്മൾ പൊതുവേ ഇന്ത്യൻസിനെ ജനറലൈസ് ചെയ്യുന്നതാണ് അവരിത്. അപ്പോൾ എല്ലാവരും അങ്ങനെ ഉണ്ടാവണമെന്നുമില്ല. പക്ഷെ അതേപോലെ നമുക്ക് അവരെ തിരിച്ച് ജനറലൈസ് ചെയ്യാം. വൃത്തിയില്ലാത്ത ഇപ്പോ ആദ്യം സ്റ്റാർട്ടിങ് വി സെഡ് അബൌട്ട് Indians going out and giving a bad name for Indians. What about vice versa? When tourists are coming to India, are we behaving in a good manner with them? In our tourist places, the scams. ഇതിൽ വേൾഡിൽ ഫേമസ് ആണ് ഈജിപ്ഷ്യൻസ്. ഈജിപ്ഷ്യൻ പിരമിഡ്സിലും ഗീസയിലും അവിടെയും കയറോയിലെല്ലാം പോകുന്ന ആൾക്കാർ ഈജിപ്ഷ്യൻസ് വളരെ ആതിഥ്യമര്യാദയിലെ ജനങ്ങളാണ്. ബേസിക്കലി നമ്മളെക്കാട് ആതിഥ്യമര്യാദ ഈജിപ്ഷ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കൂല. ആതിഥ്യമര്യാദ ഇന്ത്യ എന്ന് പറഞ്ഞൊരു വലിയ രാജ്യമാണ്. നമുക്ക് കുറച്ച് എല്ലാവരും നല്ലതെന്ന് പറയാൻ കഴിയില്ല. നമ്മളെ നാട്ടിലെല്ലാം ഉണ്ട്, നല്ലതുണ്ട്, മോശമുണ്ട്, എല്ലാ എക്സ്ട്രീംസും ഉണ്ട്, ദ ബെസ്റ്റും ഉണ്ട്, ദ വേസ്റ്റും ഉണ്ട്, എല്ലാം നമ്മളെ നാട്ടിലുണ്ട്. നമ്മളെ ലാംഗ്വേജസ് വേറെ, ഫുഡ് വേറെ, ഒരു എൻ്റെ വരെ വളരെ ഡിഫറെൻ്റ് ആണ്. പക്ഷെ എൻ്റെ ലൈഫിൽ എനിക്കൊരു ഡ്രീം ഫുഡ് കഴിക്കാന്ന് പറഞ്ഞാൽ കാശ്മീരി വർസാനാണ്. അവരെ ഹോട്ടൽസിലെല്ലാം കിട്ടും. അതൊന്നും ഒരിക്കലും ഒത്തൻറ്റിക് അല്ല. അവരെ ഒത്തൻറ്റിക് വർസാൻ മാരേജ് ഫംഗ്ഷനിലുള്ള ഫുഡ് ഞാൻ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും കണ്ടിട്ട് ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ഹാവ് എ ചാൻസ്. പക്ഷേ എനിക്ക് അവരുടെ ഹലീം ഭയങ്കര ഇഷ്ടം. Halim, let's say, but you can have it from maybe a restaurant, but this combination you will not get. Only you have to be. So, ഒരു നാട്ടില് we are in the extreme ends. എൻ്റെ നാട്ടില് നമ്മൾ നാളികേരം പൈസ കൊടുത്ത് വാങ്ങാറില്ല. തേങ്ങ വീട്ടിൽ തന്നെ ഉണ്ടാവും. തേങ്ങ ഉണ്ട്. കാശ്മീരിൽ എൻ്റെ കൂടെ ഒരു കാശ്മീരി പഠിച്ചപ്പോൾ എന്താ പറഞ്ഞേ, ഞമ്മ ആപ്പിള് പൈസ കൊടുത്ത് വാങ്ങാറില്ല. സോ സി ദ എക്സ്ട്രീംസ്. സാഫ്രോണും എനിക്ക് തോന്നുന്നു അവിടെ അവൈലബിൾ ആണ്. സാഫ്രോൺ ഉണ്ട്, പക്ഷെ അത് എക്സ്പെൻസീവ് ആണ്. ആപ്പിള് എൻ്റെ വീട്ടിൽ നമ്മളെ നാട്ടില് തേങ്ങ ഇല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു 5 തേങ്ങ വാങ്ങും. അപ്പോൾ നമുക്ക് ടൈപ്പ് കൂടുതലുള്ള അതാണ് നമ്മളൊരു ഇത്. ആപ്പിൾ അവരുടെ നാട്ടിൽ അങ്ങനെയാണ്. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അർമേനിയ പോയി അവൻ പറഞ്ഞ വാക്കാണ്, നമ്മൾ ജീവിതത്തിൽ ആപ്പിൾ പൈസ കൊടുത്തു വാങ്ങില്ല. ഞാൻ അർമേനിയ പോയപ്പോ ഞങ്ങള് വഴിയില് ആപ്പിൾ ഫാം വന്നു. നമ്മുടെ നാട്ടില് മറ്റേ പപ്പായൊക്കെ തോട്ടം ഉണ്ടാവില്ലേ, അതേപോലെ ആപ്പിൾ ഫാം നിറഞ്ഞിരിക്കുക ആപ്പിള്. അപ്പൊ ഞങ്ങൾ അതിനകത്ത് ഇങ്ങനെ ഇറങ്ങി ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ഫാമിൽ ഒരാള് അവിടുത്തെ ഫാമിലത്തെ പട്ടീനെയും കൊണ്ട് ഇങ്ങനെ വരാം. ഞങ്ങളുടെ കൂടെ ഒരു ഗൈഡ്, പുള്ളിക്ക് അർമേനിയ ഭാഷ അറിയാം. അപ്പോൾ പുള്ളി പറഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ ആപ്പിളൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ വൈഫ് കൊച്ചിനെ കൊടുത്തുകൊണ്ടിരിക്കുക, ഒരു കഷ്ണം കടിക്കുന്നൊക്കെ പറഞ്ഞു ഫോട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ അവിടുത്തെ പുള്ളി വന്ന് അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞ് വാവിടാ വേഗം ആപ്പിളൊക്കെ താഴെ വേഗം പോവാ ആളോന്ന് അവിടെ ഈ അർമീനിയക്കാരൻ പോയി സംസാരിച്ച് പുള്ളി ഒരു 3 നാലെണ്ണം പറിച്ചിട്ട് അവൻ്റെ കയ്യിൽ ഒരെണ്ണം കൊടുത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കവറിലിട്ട് കൊണ്ടുവെക്കുമെന്ന് പറഞ്ഞു. അത്രേ ഉള്ളു അവർക്ക്. കാരണം അവർക്ക് അത്ര വിലയുള്ള അവിടെ. അവർക്ക് ആപ്പിള് സുലഭമാണ്. ആപ്പിള്, മുന്തിരി അതൊക്കെ സുലഭമായിട്ട് കിട്ടും അവിടെ. നേരത്തെ പറഞ്ഞൊരു സബ്ജക്റ്റിലേക്ക് തിരിച്ചു വരണം. നേരത്തെ പറഞ്ഞല്ലോ, തിരിച്ച ആൾക്കാർ മറ്റു ടൂറിസ്റ്റ് നമ്മുടെ രാജ്യത്ത് വരുമ്പോൾ നമ്മളെ പബ്ലിക്കും സ്കാം ചെയ്യണ കാര്യങ്ങൾ. പക്ഷെ പബ്ലിക് മാത്രല്ല കേട്ടാ, ഞാൻ പറയട്ടെ, നമ്മുടെ സർക്കാർ പോലും അതിൻ്റെ ഒരു ചെറിയൊരു ഇത് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ പോകുമ്പോൾ എൻട്രി ഫീ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എൻട്രി ഫീയും ടൂറിസ്റ്റുകൾ വരുമ്പോൾ എൻട്രി ഫീ ഭയങ്കര ഡിഫറൻസാണ്. മേ ബി 10 times or even more than that ആണ് അവർ ചാർജ് ചെയ്യുന്നത്. താജ്മഹൽ പോലത്തെ ഒരു ലൊക്കേഷൻ
എത്രത്തോളം നമ്മൾ അവർ ചെയ്യുന്നത് ശരിയാണോ? കാരണം നമ്മൾ അതുപോലെ നമ്മൾ അവരുടെ രാജ്യത്ത് പോകുമ്പോൾ ഇത്ര ഡിഫറൻസ് ഒരിക്കലും ഇല്ല. അപ്പോൾ നമ്മൾ ഇതെന്ന് വെച്ചാൽ ടൂറിസ്റ്റുകൾ അത് ബാധിക്കുന്നുണ്ട്. ഞാൻ ഇന്ത്യൻ ടൂറിസം ഗവൺമെന്റിന് റിട്ടയർ ചെയ്ത ജനറൽ പറഞ്ഞൊരു കാര്യമാണ്. അതേപോലെ ടൂറിസം എത്രത്തോളം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യൻ ടൂറിസത്തിന്റെ വെബ്സൈറ്റ് ഭയങ്കര പൂറാണ്. ശരി, മറ്റൊരു രാജ്യത്ത് എന്ത് വെച്ചാൽ ഇപ്പോൾ ഒരു ഫോറിനർ യൂറോപ്പിൽ നിന്ന് ഒരാൾ വരുന്നത്, അവർ നോക്കി അറ്റ് എ ടൈം വിയറ്റ്നാം, തായ്ലൻഡ്, ഇന്ത്യ ട്രാവൽ ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ നോക്കുന്നത്. ട്രാവൽ ഫോർ 20 days. അവർ നോക്കുന്ന ഒരു വെബ്സൈറ്റ് എങ്ങനെയാ വെച്ചാൽ ഒരു വെബ്സൈറ്റ് ഗവൺമെന്റ് അല്ല. ദ തിങ് ഇസ് ദേ വാണ്ട് എ വെബ്സൈറ്റ്, അത് ഈസിലി ആക്സസിബിൾ ആണ് എല്ലാം ബുക്ക് ചെയ്യാൻ. മീനിങ് വൺ വെബ്സൈറ്റ്, എല്ലാ പോർട്ടൽസ് വേണം, പബ്ലിക് ട്രാൻസ്പോർട്ട്, ട്രെയിന്, എല്ലാ എൻട്രൻ ടിക്കറ്റ് കിട്ടാൻ. മറ്റുള്ള രാജ്യത്ത് അങ്ങനെയാണെന്ന് പറയുന്നത്. പക്ഷെ റിസ്വാൻ, ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇത് ഗവൺമെന്റ് സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രൈവറ്റ് എൻറ്റിറ്റീസിന് ഇത് മാനേജ് ചെയ്യാൻ പറ്റും. ട്രിപ്പ് അഡ്വൈസർ അത് ഇതെല്ലാം ഏറ്റവും നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം അതല്ല. ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് ഇറങ്ങി, അപ്പോൾ അവിടെ ഒരു ടാക്സി കൗണ്ടർ, പല രാജ്യങ്ങളിലും എയർപോർട്ട് ടാക്സി ഉണ്ടാവും, അല്ലെങ്കിൽ എയർപോർട്ട് ടാക്സി പ്രീപെയ്ഡ് ടാക്സി ഉണ്ടാവും. നമുക്ക് ആ പ്രീപെയ്ഡ് ആയിട്ട് പേ ചെയ്താൽ കറക്റ്റ് ഫീസേ വാങ്ങും. അതായത് ലെറ്റ്സ് 1000 rupees ആണെങ്കിൽ 1000 rupees. അത് ഫോറിനർക്കും ഇന്ത്യൻ ആയാലും ആർക്കായാലും അത് ഒരു ഹൈക്ക് ചെയ്യാൻ കഴിയില്ല അവർക്ക്. അതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. അത് ലാസ്റ്റ് പിന്നെ അങ്ങനെ കുറെ ചുറ്റിപ്പോയി അങ്ങനെ വാങ്ങുന്ന ആ ഒരു സ്കാം അവോയ്ഡ് ചെയ്യാം. ഇത് ഗവൺമെന്റിനെ ചെയ്യാൻ കഴിയും. ഇത് ഗുഡ് പോലീസിങ്, ഗുഡ് റെഗുലേഷൻസും മാത്രം വെച്ചിട്ട് ചെയ്യാം. പക്ഷെ ഈ കാര്യങ്ങൾ ആസ് പ്രൈവറ്റ് സെക്ടറിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഏത് ട്രിപ്പ് അഡ്വൈസർ, ഐ മീൻ നമ്മളെ അല്ല, ട്രിപ്പ് അഡ്വൈസർ അങ്ങനെ ചെയ്താൽ പോലും ടിക്കറ്റ് റേറ്റ്സിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഫോറിനറുടെ ചാർജസ് ആപ്ലിക്കബിൾ ഫോർ ഫോറിനർ. അല്ല, പക്ഷെ അതിൽ ഒരു റീസൺ ഉണ്ട് ആക്ച്വലി അങ്ങനെ ചെയ്യാൻ. ഇപ്പൊ പേ ഡിസ്പാരിറ്റി അല്ലെങ്കിൽ പേ ഗ്യാപ്പ്. ഇപ്പൊ ഇന്ത്യയിൽ ഒരാളുടെ ആവറേജ് സാലറി അല്ല ഇപ്പൊ US-ലും ബാക്കിയുള്ള കൺട്രീസിലും അങ്ങനെ. I agree with him actually. So he has a point. And the currency usage, like നമ്മൾ ഒരു സ്റ്റാർബക്സിൽ കോഫി കൊടുത്ത് ഒരു $5 ഒരു ക്യാപ്പുച്ചിനോ കിട്ടും US-ൽ, മേ ബി ദ സെയിം. പക്ഷെ അതേ സാധനം നമ്മൾ ഇവിടെ കുടിക്കണമെങ്കിൽ 16-20 rupees കൊടുക്കണം. അതേ സാധനം നാട്ടിൽ കൊടുക്കണമെങ്കിൽ 100, 150, 200, മേ ബി 500 രൂപ വരെ കൊടുക്കേണ്ടി വരും. സോ ഇറ്റ് ഡിപ്പെൻസ്. പക്ഷെ അതിൽ വേറെ സംഭവം ഉണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞില്ല, നമ്മൾ എല്ലാവരും ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ വേറെ കറൻസി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 2-3 ദിവസത്തേക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടത്തില്ല. ഏത് അതിന്റെ കൺവേർഷൻ റേഷ്യോ പെട്ടെന്ന് ഈട് എത്ര ഇത് എത്ര. അല്ല, ഈസ് ഇറ്റ് ഫെയർ? ഞാൻ ചോദിക്കും, ഈ രാജ്യത്ത് അങ്ങനെ ഉണ്ടോ? മൾട്ടിപ്പിൾ ഈ രാജ്യത്ത് ഒരു ടൂറിസ്റ്റ് വരുന്നു, നമ്മൾ പോകുന്നു, എൻട്രി ഫീ ഒന്നല്ല. എക്സെപ്ഷണൽ കേസസ് വല്ലപ്പോഴും റെസിഡൻസ് ഓഫർ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഡിസ്കൗണ്ട് കിട്ടുന്നല്ലാണ്ട് ഒരു ജനറൽ. പക്ഷെ പല രാജ്യത്തും അങ്ങനെ ഉണ്ട്. ഇപ്പൊ തായ്ലൻഡിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് തായ്ലൻഡിൽ ചില പാർക്കിൽ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ടൂറിസ്റ്റിന് ഒരു ഫീ ആയിരുന്നു. ഞാൻ അവിടെ റെസിഡന്റ് ആയിരുന്നു, എനിക്ക് റെസിഡൻസ് വിസ ഉണ്ടായിരുന്നു. അത് കാണിച്ചു കൊടുത്തപ്പോൾ എനിക്ക് നോർമൽ അവിടുത്തെ റെസിഡൻസിന്റെ ഫീ അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽസ് യൂസിന് ഫീ എനിക്ക് കിട്ടി. ടൂറിസ്റ്റുകൾ ഓവർ ചാർജ് ചെയ്യണ എനിക്കൊരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ആക്ച്വലി. ഫോർട്ട് കൊച്ചിയിൽ വെച്ച് ലൈക്ക് ഞാൻ ചുമ്മാ ഒരു ഫോർട്ട് കൊച്ചി പോയ സമയത്ത് എനിക്ക് ഹാരം പാൻസ് ഉണ്ട്. ഹാരം പാൻസ് ഞാൻ തപ്പി ഇറങ്ങിയ, കാരണം ഫോർട്ട് കൊച്ചിയിൽ ആ സമയത്ത് ട്രെൻഡായി നടന്നിട്ടുള്ള സാധനമാണ് മറ്റേ ഓമും മറ്റേ ഇതൊക്കെയുള്ള ഹാരം പാൻസ്. അപ്പോൾ അത് ഞാൻ ഒരു കടയിൽ കണ്ടിങ്ങനെ വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ അവിടെ ഒരു ഫോറിൻ കപ്പിൾ ഉണ്ടായിരുന്നു. അപ്പോൾ നോർമലി ഈ ആനയുടെ ഫിഗർ മരം കൊണ്ടുണ്ടാക്കിയത് അല്ലെങ്കിൽ ചെറിയ ചെറിയ ട്രിങ്കറ്റ്സ്, അതൊക്കെ നോർമലി ഒരാൾ മലയാളി അല്ലെങ്കിൽ വേറൊരു നോർത്ത് ഇന്ത്യക്കാരനൊക്കെ എന്തെങ്കിലും ഇന്ത്യക്കാർ പോയി ചോദിക്കുകയാണെങ്കിൽ അവരതൊരു 500 രൂപ 600 രൂപയൊക്കെ പറയും. ഒരു ചെറിയ ആനയുടെ ഫിഗറൊക്കെ കൈപ്പണിയുള്ളതുകൊണ്ട്. ഇവരെടുത്ത് അയാൾ 50,000 60,000. പുള്ളി അവർ ബാർഗൻ ചെയ്യാനും നിൽക്കണില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നിന്റെ ഫോണിലേക്ക് വരാം. ഇപ്പം അവരുടെ അടുത്ത് അത്രയും പറഞ്ഞാൽ അവർ ബാർഗൻ ചെയ്യണില്ല. അപ്പോൾ ഇയാൾ 50,000 പറയുമ്പോൾ ഞാൻ അയാളെ നോക്കേ. അപ്പോൾ അയാൾ ഇങ്ങനെ എന്നെ നോക്കിയിട്ട് അവർ ബാർഗൻ ചെയ്യണില്ല. അവരപ്പോൾ തന്നെ പൈസ എടുത്ത് കൊടുക്കുന്നു, ഇയാൾ സാധനം അവർക്ക് പാക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ ഹാരം പാൻസ് വാങ്ങിച്ച് ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നു. കാരണം ഞാനൊന്നും പറയാൻ നിന്നില്ല, അത് അയാളുടെ വയറ്റിൽ പിഴവ്. മാത്രമല്ല പണ്ട് കാലത്ത് അവർ ഞങ്ങളെ കുറെ വന്ന് ലൂട്ട് ചെയ്തല്ലേ, കുറച്ച് ലൂട്ട് ചെയ്യാന്ന്. ഇപ്പം എന്താണ് അതല്ല, അത് ഞാൻ കണ്ടെടുത്ത് വേറൊരു ഇതാണ്. അവർ റുപ്പീസിൽ വാങ്ങൂല, ഡോളേഴ്സിൽ വാങ്ങും. റുപ്പീസിലാകുമ്പോൾ $1,000 ആകുമ്പോൾ ഡിനോമിനേഷൻ കുറവാണല്ലോ. ഡോളേഴ്സ് നമ്മുടെ എല്ലായിടത്തും എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യില്ല നാട്ടിൽ.
ഇപ്പൊ അല്ല കൊച്ചിയിലെല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കാര്യം ഈ കുറവാണ്, കാരണം കൺവേർട്ട് ചെയ്ത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബാങ്കിൽ കൊണ്ടായിരുന്നു കൺവേർട്ട് ചെയ്യാൻ പറ്റുമൊന്നുമില്ല അങ്ങനെ ഈസി ആയിട്ട്. ഇവിടത്തെ പോലെ എക്സ്ചേഞ്ച് അങ്ങനെ കൊണ്ടുപോയാലും കൺവേർട്ട് അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല നാട്ടിൽ. ഇത്തിരി സ്ട്രിക്റ്റ് ആണ് ക്യാഷ്, പ്രത്യേകിച്ച് ക്യാഷിൻ്റെ സീനിൽ. So I think with that, we can conclude our session for today. So until next time. next time, see you, take care.